മമ്മൂക്കയുടെ കാർ നമ്പർ എത്രയാണെന്നറിയോ? 369. അറിയാത്തവരുണ്ടോ? 369 എന്ന് പറയുന്നത് മമ്മൂക്കയുടെ കാർ നമ്പറാണ്. ഈ 369 ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളായിട്ടൊരു കണക്ഷൻ ഉണ്ട്. 369 യെസ്. ഇന്നേ വരെ കേൾക്കാത്ത കളക്ഷൻ പറയൂ, ഞാൻ കേൾക്കട്ടെ. ഞാൻ പാല് കുടിക്കുന്നുണ്ട്, എന്റെ മോളും പാല് കുടിക്കണം. അതെ, കുടിച്ചില്ലെങ്കിൽ വഴക്കായി. ആരോഗ്യം വേണ്ടേ? അമ്മമാരാണത് കൂടുതൽ. പിന്നെ ഞാനൊക്കെ മോനെയൊക്കെ ഈ പാല് കുടിക്കാണ്ട് എഴുന്നേക്കണ്ട ആണല്ലോ. പക്ഷെ മോൻ ചിലപ്പം പാല് വേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് ഇല്ലാതെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് എടുത്താൽ മോന് പാല് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഫോഴ്സ് ചെയ്യുന്നു? വലിയ വലിയ സെലിബ്രിറ്റീസ്, ഇപ്പോൾ വിരാട് കോഹ്ലി പോലുള്ള ആൾക്കാരൊക്കെ 1 ലിറ്ററിന് 3000-4000 രൂപയ്ക്ക് കൊടുത്ത് വെള്ളം കുടിക്കൽ. സോ ബേസിക്കലി ഇത് ഹൈഡ്രജൻ വാട്ടറാണ്. പിന്നെ ലൈഫ് ടൈമിലുള്ള ഒരൊറ്റ പ്രോസസ്സ്. നമ്മൾ അതിനൊരു 15,000 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീൻ എന്താണെന്നുള്ളത്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ അവിടെ കസ്റ്റമൈസ് ചെയ്ത പ്ലാനുകളാണ്. ലുക്കിംഗ് ഗുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫീലിംഗ് ഗുഡ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ലുക്ക് ഗുഡും ഫീൽ ഗുഡും ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് കുറച്ചധികം കഷ്ടപ്പെടണമെന്ന് കാലാകാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. എൻ്റെ കൂടെ എന്നുള്ളത് രഞ്ജിത്ത് മേനോനാണ്. അദ്ദേഹം ഏജിയോൺ ലോഞ്ചിവിറ്റി ആൻഡ് റിക്കവറി സ്റ്റുഡിയോയുടെ എല്ലാമാണ്. നമ്മളിതുവരെ കേൾക്കാത്ത, നമ്മുടെ നാട്ടിൽ കേട്ട് പരിചയമില്ലാത്ത കോൺസെപ്റ്റുകളാണ് അദ്ദേഹം നമ്മളോട് പറയാൻ പോകുന്നത്. വെൽക്കം രഞ്ജിത്ത്. ഹായ് രേണു. ഞാൻ ഈ പേര് ആദ്യം അയച്ചത് ഏജ് ഓൺ എന്നാണ്. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഏജ് ഓൺ കൂടുതൽ പ്രായത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സ്ഥലം എന്നാണ് എൻ്റെ മനസ്സിൽ വന്നത്. എന്താണ് ശരിക്കും ഈ ഒരു പേരിൻ്റെ പിന്നിൽ എന്താ? ഡെഫിനറ്റ്ലി എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ആൾക്കാർ ആദ്യം വായിച്ചത് ശരിക്കും ഏജ് ഓൺ എന്നുള്ളതാണ്. നമ്മളും ശരിക്കും അത് കുറേ റിസർച്ച് ചെയ്തിട്ടാണ് ആ ഒരു ബ്രാൻഡിങ്ങിലേക്ക് എത്തിയത്. ആക്ച്വലി ഇറ്റ് മീൻസ് ഏജിയോൺ. ഏജിയോൺ എന്ന് പറയുമ്പം നമ്മൾ ഏജ് ഓൺ തന്നെയാണ്, ബട്ട് സ്റ്റിൽ നമ്മൾ ഓൺ ചെയ്യുന്നത് സ്മാർട്ട് ഏജിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഏജ് സ്ലോ ആയിട്ട് പോകണം. കാരണം എനിക്കിപ്പം ഒരു 10 വർഷം കഴിയുമ്പോൾ അതിലൊരു 5 വർഷമായിട്ട് മാറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ചിലപ്പോൾ 50 വയസ്സിലേക്ക് പോകുമ്പോൾ നമുക്കൊരു 35-40 ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. സോ നമ്മുടെ ഏജിയോണിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു വർഷം പോകുമ്പോൾ നമ്മൾ അതിനെ ഒരു 6-7 മാസങ്ങളാക്കി നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഏജിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഏജിങ്ങിനെ ബാധിക്കുന്ന പല ഫാക്ടേഴ്സിനെയും നമ്മളവിടെ സ്ലോ ഡൗൺ ചെയ്യും. പക്ഷേ അതേസമയം നമുക്ക് ശരീരത്തിന് വേണ്ട പല മെറ്റബോളിസം കാര്യങ്ങളാണെങ്കിലും അത് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യും. കാരണം നമ്മുടെ യങ്ങർ ഏജുകളിൽ നമ്മൾ 25-30 ആകുമ്പോൾ നമുക്ക് നല്ല മെറ്റബോളിസം ഉണ്ടാവും. നമ്മൾ നല്ലോണം ഭക്ഷണം കഴിക്കും, നല്ലോണം ആക്ട് ചെയ്യും, എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ട് ചെയ്യും. പക്ഷേ ഒരു 50 ആകുമ്പോൾ നമ്മൾ സ്ലോ ഡൗൺ ആയി തുടങ്ങും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ എൻ്റെ കാറ് പാർക്ക് ചെയ്യാൻ പോകണമെന്ന് വെച്ചോളൂ. കാറ് പാർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലായിരിക്കും കാറ് പാർക്ക് ചെയ്യുന്നത് സൈഡിൽ. എൻ്റെ ട്രെയിൻ ചിലപ്പോൾ 4th പ്ലാറ്റ്ഫോമിലായിരിക്കും. ചിലപ്പോൾ ട്രെയിൻ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടാവാം, ട്രെയിൻ എടുക്കാൻ പോകുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പാർക്ക് ചെയ്ത് ഞാനൊരു സ്പീഡിൽ ചിലപ്പോൾ സ്റ്റെയറൊക്കെ കയറി ക്രോസ് ചെയ്ത് ഞാൻ ആ 4th പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് ഞാൻ ചിലപ്പോൾ ട്രെയിൻ പിടിക്കേണ്ടി വരും. നമ്മുടെ 30s അത് നമുക്കൊരു ഇഷ്യൂ അല്ല അല്ലേ? പക്ഷെ അതേസമയം ആൾക്കാർ 50s പോകുമ്പം ഒന്ന് സ്ട്രഗിൾ ചെയ്യും. ചിലപ്പോൾ അയാൾക്ക് ട്രെയിൻ മിസ്സാവും. ശരിയല്ലേ? അത് എന്തുകൊണ്ടാണ് ശരിക്കും? അത് ഇതാണ് കാരണം അല്ലേ? നമ്മുടെ ശരീരം അനുവദിക്കുന്നില്ല. അപ്പം അതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം അതിൻ്റെ ഏജിങ് എന്താണെന്നൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ എവിടെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് ശരിക്കും ഏജിയോൺ ലോഞ്ചിവിറ്റി ആൻഡ് റിക്കവറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങുകയാണ്. ഇപ്പം നമ്മൾ ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തിരി മെലിഞ്ഞു കഴിഞ്ഞാൽ, വെയ്റ്റ്സ് എടുത്ത് ഇച്ചിരി ബോഡിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവളൊരു ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറായി. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്താൽ റിലേഷൻഷിപ്പ് കോച്ചായി, വെൽനെസ് എക്സ്പേർട്ടാണ്. അതുപോലെ ഫാറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബിസിനസ്സാണ്. നമ്മൾ വൈബ്രേറ്ററിൽ കിടത്തി മെലിയുന്നു, ചാടി മെലിയുന്നു, തുള്ളി മെലിയുന്നു, ഇങ്ങനത്തെ ഒരുപാട് കഥകൾ ചുറ്റുമുള്ളത് കൊണ്ടും കള്ളത്തരങ്ങൾ, കാപട്യങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഏജിയോണിൻ്റെ പ്രത്യേകത അവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? കാരണം ഞാൻ നിങ്ങളുടെ വെബ്സൈറ്റ് നോക്കിയപ്പോൾ, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയപ്പോൾ സാധാ സെറ്റപ്പ് അല്ല. ഇതെന്താണ് സംഭവം? ഓക്കെ, ആക്ച്വലി ഹൗ ഏജിയോൺ സ്റ്റാൻഡ്സ് അപ്പാർട്ട് എന്ന് പറഞ്ഞ് നോക്കുമ്പം നമ്മൾ എല്ലാ രീതിയിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചില ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യും. എന്നിട്ട് നമുക്ക് ചിലപ്പോൾ 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 മാസം കൊണ്ടോ നമ്മൾ ചിലപ്പോൾ 5-10 കിലോ കുറയും. അതിനിപ്പം നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും സാധാരണ ചെയ്യുന്ന പോലെ, നമ്മൾ പണ്ട് കാലങ്ങളിൽ കേൾക്കുന്ന പോലെ നമ്മളൊരു നിരാഹാര സത്യാഗ്രഹം ഇരുന്നാലും ഒരാൾക്ക് വെയിറ്റ് കുറയും. പക്ഷെ അത് ഹെൽത്തി ആണോ? അത് ഹെൽത്തി അല്ല ഒരിക്കലും.
കാരണം നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം, നമ്മുടെ ശരീരത്തിൻ്റെ ഫംഗ്ഷന് വേണ്ട, എനർജിക്ക് വേണ്ട ഫുഡ് നമ്മൾ എടുക്കണം. സോ നോർമൽ ആ ഫുഡ് എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി വെയ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം, ഒപ്റ്റിമൽ ബോഡി വെയ്റ്റിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം. ഇതിൽ ഈ പറഞ്ഞ പോലെ മെത്തേഡുകൾ പലതുണ്ട്. പക്ഷേ അതിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സെല്ലുലാർ ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുകൾ ഏതൊക്കെയോ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ വർക്ക് ചെയ്യുകയാണ്. ആ വർക്ക് ചെയ്യുന്ന മെത്തേഡിലാണ് നമുക്ക് ചിലപ്പം ഫാറ്റ് കൂടുന്നതോ അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ് ഒക്കെ സ്ലോ ഡൗൺ ആവുന്നത്. അവിടെ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് ഈ സെല്ലുകളെ നമ്മൾ തിരിച്ച് പഴയ പോലെ ആക്കി മാറ്റുക ചെയ്യുന്നത്. ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അല്ലേ? സോ വി ടാർഗറ്റ് എക്സാക്ട്ലി ദ സെല്ലുലാർ ലെവൽ മോഡിഫിക്കേഷൻസ്, നോട്ട് ഇൻ ടു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നോട്ട് ഇൻ ടു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ സംശയം ചോദിക്കട്ടെ, ഇപ്പം ഞാൻ ചോറ് കഴിക്കുന്ന ഒരാളാണെന്ന് കരുതുക. എനിക്ക് എൻ്റെ ഭക്ഷണം മാറ്റാൻ ഇഷ്ടമല്ല, ഞാൻ കഴിക്കുന്ന സാധനങ്ങളിലൂടെ കടന്നു പോകാനാണ് ഇഷ്ടം. അതായത് എനിക്ക് എൻ്റെ ഡയറ്റിൽ, ഭക്ഷണത്തിൽ നിന്നുകൊണ്ട് എൻ്റെ വെയിറ്റ് കുറയ്ക്കാം എന്നാണോ പറയുന്നത്? ഡെഫിനറ്റ്ലി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ ഫുൾ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനാണ്. ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് നെഗറ്റീവ് തോട്ട്സ് തരുന്ന ഒരു ഓർഗനാണ്. അറിയോ എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു മതിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ ഫസ്റ്റ് ബ്രെയിൻ എന്താ പറയുക? ചാടരുത് അല്ലേ? സ്വാഭാവികം. എന്തുകൊണ്ടാണ്? വീണ കൈ കാലൊടിഞ്ഞു പോയാലോ? പക്ഷെ ബ്രെയിനിന് പറഞ്ഞൂടെ കോൺഫിഡന്റ് ആയിട്ട് പോസിറ്റീവായിട്ട് ചാടിക്കോ എന്നെന്താ പറയാ? പക്ഷെ 4 നിലയുടെ മുകളിൽ നിന്നാണെങ്കിലോ? 4 നിലയല്ല, ഈവൻ 2 നിലയാണെങ്കിൽ പോലും, ഇനി 1 നിലയാണെങ്കിൽ പോലും എന്നാലും ബ്രെയിൻ പറയും വേണ്ട. കാരണം നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്തിരിക്കുന്നതും, നമ്മുടെ ബ്രെയിൻ എന്തിനാ ശരീരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ബ്രെയിൻ്റെ തോട്ട് പ്രോസസ്സ് അങ്ങനെയാണ്, ബ്രെയിൻ അങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് ഫസ്റ്റ് തന്നെ ഇപ്പം രേണു വന്നിട്ട് ഒരു ഡയറ്റീഷ്യനെ കാണുമ്പോൾ പറയാണ്, ഉച്ചയ്ക്ക് ഊണ കഴിക്കുന്നതല്ലേ, നാളെ മുതൽ ഊണ് കഴിക്കണ്ട, 2 ചപ്പാത്തി കഴിച്ചാൽ മതി എന്ന് പറയുമ്പം രേണുവിൻ്റെ ബ്രെയിൻ അവിടെ എങ്ങനെ ആക്ട് ചെയ്യുക? ചടച്ചില്ലേ? അപ്പോൾ തന്നെ നെഗറ്റീവായി. അവിടെ രേണുവിനൊരു സ്ട്രെസ് ഫീൽ ചെയ്യാം, ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യാം. അവിടെ തന്നെ നെഗറ്റീവ് ഹോർമോൺസ്, ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞ പല ഫാക്ടേഴ്സ് വരുമ്പോൾ അവിടെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിന് പകരം നെഗറ്റീവ് റിസൾട്ടാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫെസിലിറ്റിയിലാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ ഞാൻ എങ്ങനെ മെലിയും? യെസ്, അവിടെയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സെല്ലുകൾ ആക്ട് ചെയ്യുന്ന ഒരു വേർഷൻ ഉണ്ട്. ആ വേർഷൻ കറക്റ്റ് ചെയ്യാനുള്ള പല ഡിവൈസുകളും പല പ്രൊസീജിയേഴ്സും ഏജോണിലുണ്ട്. സോ അതിലൂടെ നമ്മൾ എക്സ്പോസ്ഡ് ആവുമ്പോഴാണ് നമ്മുടെ സെല്ലുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ പൊറോട്ട കഴിക്കരുതെന്ന് പറയുന്നുണ്ട് അല്ലേ? പക്ഷെ അതേസമയം ഇപ്പം ഡെയിലി 3-4 പൊറോട്ട കഴിക്കുന്ന നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പം നമ്മളിങ്ങനെ എടുത്താൽ മതി, നമ്മളിപ്പോൾ കോൺക്രീറ്റ് വർക്കേഴ്സിനെ കണ്ടിട്ടില്ലേ? അവരൊക്കെ പാവം നല്ലോണം പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കും. അവർക്ക് എന്തുകൊണ്ടാണ് വെയിറ്റ് ഒന്നും കൂടാതെ നിൽക്കുന്നത്? എന്താ? കാരണം അവർ അത്രയും അവിടെ പണിയെടുക്കുന്നുണ്ട്. അവർ പണിയെടുക്കുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവരുടെ ജോലി അതായതിനെ കൊണ്ട്. നമ്മളെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുകളെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാണ്. മനസ്സിലായോ? നമ്മുടെ ഉള്ളിൽ സെല്ലുകൾ അതേപോലെ വർക്ക് ചെയ്ത് അതേപോലെ മെറ്റബോളിസം ബൂസ്റ്റ് ആകുമ്പോൾ ആ സെല്ലുകൾക്ക് അത്ര എനർജി വേണം. ഇവിടെ രേണു എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റിംഗ് ജോബാണ്. സിറ്റിംഗ് ജോബിൽ രേണുവിന്റെ സെല്ലുകൾ അത്രത്തോളം വർക്ക് ചെയ്യുന്നില്ല, സുഖിക്കുകയാണ്. റിലാക്സ്ഡ് ആയിട്ട് മടിയനായി. ആ മടിയനാവും രേണു ഇപ്പുറത്ത് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ അവിടെ ഡബിൾ എഫക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്, നെഗറ്റീവ് എഫക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഫുഡ് ചെല്ലുന്നതുകൊണ്ട് സെൽ അനങ്ങുന്നില്ല. അപ്പൊ ആർക്കായാലും എന്തായാലും തടിക്കും അല്ലേ? ഇതാണ് ശരിക്കും നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. മെറ്റബോളിസം റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി മെറ്റബോളിസം ലെവൽ ബൂസ്റ്റ് ചെയ്യും, പ്ലസ് ന്യൂറോൺസ് ലെവലിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ചിലപ്പം ഏജിങ് ആവുമ്പം പോലും, നമ്മളിപ്പോൾ ഒരു 50 വയസ്സൊക്കെ ആകുമ്പം പോലും നമ്മുടെ കുറേ ന്യൂറോൺസ് ഡാമേജ് ആവും. അപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ബ്രെയിനിൽ വൺസ് ന്യൂറോൺസ് ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. കറക്റ്റാണ്, ആബ്സൊല്യൂട്ട്ലി കറക്റ്റാണ്. ചില ഫങ്ഷൻസ്, അതേസമയം ചില ഫങ്ഷൻസിൽ ചിലപ്പോൾ ന്യൂറോൺസ് കവറായി വരികയും ചെയ്യും. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 80% ഫങ്ഷൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കയ്യിൽ 100 ന്യൂറോൺസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. 100 ന്യൂറോൺസിൽ ഒരു 20% അല്ലെങ്കിൽ 30% ന്യൂറോൺസ് ഡാമേജ് ആയി, ബാക്കി 70% ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഈ 70%ഉം ഒരു 50% ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ പ്രോപ്പർ ഫങ്ഷനിങ്? അപ്പൊ പിന്നെ മൊത്തം 50 ഫംഗ്ഷൻ ചെയ്യുന്നുള്ളൂ, ബാക്കി 50 ഇല്ലാത്ത പോലെയാണല്ലോ. മോശമായല്ലോ. അവിടെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ 70% ആക്റ്റീവായുള്ള ന്യൂറോൺസിനെ 100% ആക്റ്റീവ് ആക്കും. ആ 50%ന് പകരം ഈ 70% ന്യൂറോൺസ് കംപ്ലീറ്റ് ഫംഗ്ഷൻ ചെയ്യും, കംപ്ലീറ്റ് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കും. ഓക്കെ. അപ്പോൾ എന്തായി?
പ്രോപ്പർ ഫങ്ഷനിങ് ആയി. ഇതേപോലെ സെല്ലുലാർ ലെവലിലും നമ്മുടെ മൈറ്റോകോൺട്രിയ ലെവലിൽ പോകുമ്പോഴാണ് നമുക്ക് പവർ ഹൗസ് എന്ന് കേട്ടില്ലേ പണ്ട് മുതലേ നമ്മൾ പഠിച്ച്. മൈറ്റോകോൺട്രിയ ലെവലിലൊക്കെ പോകുമ്പോൾ നമുക്ക് എനർജി പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ അതിലേ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇന്നത്തെ കാലത്ത് അറിയാം ഡയബറ്റിക് ഒരു ഭയങ്കരമായ ഒരു ഏരിയ, ചെറിയ പിള്ളേർ തൊട്ട്. ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 7-8 ആൾക്കാരിൽ ഒരാൾക്ക് ഡയബറ്റിക് എന്നുള്ളതാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ലാസ്റ്റ് വീക്ക് ഹൈദരാബാദിലുള്ള ഒരു യൂണിവേഴ്സിറ്റീൻ്റെ ഒരു സ്റ്റഡി ഈവൻ ലോക്സഭയിൽ ഹെൽത്ത് മിനിസ്റ്റർ പ്രസൻറ്റ് ചെയ്തു. 84% ഓഫ് ടെക്കീസ് ആർ സഫേർഡ് ബൈ ഫാറ്റി ലിവർ. 84%. അതൊരു ഭയങ്കര പെർസെൻറ്റേജാ. യെസ്, ദാറ്റ് ഈസ് ഓൾസോ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. ലൈഫ് സ്റ്റൈൽ ഫുഡ്. എക്സാക്ട്ലി. നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ. എല്ലാവർക്കും അറിയാം, വെള്ളം അടിക്കല്ലേ ലിവർ പണിയാവും എന്ന് പറയാൻ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ 84% ടെക്കീസ് ആർ സഫറിങ് ഫ്രം ഫാറ്റി ലിവർ. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. ഇറ്റ്സ് വെരി ബാഡ്. അപ്പോൾ അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. അവർക്ക് മാറ്റാൻ പറ്റുമോ? പണി ഇരുന്ന് തന്നെ ചെയ്യണം, ഭക്ഷണം കഴിക്കും. അപ്പോൾ എന്താ സൊല്യൂഷൻ? അപ്പോൾ വർക്കൗട്ട് അതനുസരിച്ച് ചെയ്യണം. വർക്കൗട്ട് ഉണ്ട്, പക്ഷേ വർക്കൗട്ടിനെ ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ വർക്കൗട്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി എക്സോസ്റ്റഡ് ആണ്, എൻ്റെ വർക്ക് പ്ലേസിൽ എക്സോസ്റ്റഡ് ആണ്. യെസ്, ഇപ്പോൾ രേണു പോലും വിചാരിക്കും എനിക്കിന്ന് ജിമ്മിൽ പോകണം. പക്ഷേ ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് എക്സോസ്റ്റഡ് ആയി വീണ്ടും അവിടെ പോകുമ്പോൾ എന്തായി, വയ്യേന് നാളെ ആക്കാം, നീട്ടൂലേ? യെസ്, അവിടെ നമുക്കൊരു ചേഞ്ച് വേണം. അവിടെ നമ്മുടെ ഏജ് കൊണ്ടുള്ള കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ വൺസ് ഇൻ എ വീക്ക്, ഒരാഴ്ചയിൽ ഒരു തവണയോ? യെസ്, ദാറ്റ് ഈസ് ഓൾസോ എ മൂവി ടൈം, ജസ്റ്റ് 2 and 2.5 hours. ഓക്കെ, ലെറ്റ് മീ ഗെറ്റ് ഇറ്റ് ക്ലിയർ. ഓക്കെ, വർക്കൗട്ട് ജിം എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായി കേട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക, ബാക്കി നടക്കുക, ഫുഡ് ഭയങ്കരമായി കൺട്രോൾ ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ പ്രോപ്പറായിട്ടെന്ന് കേട്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് താങ്കൾ പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം 2.5 മണിക്കൂർ നിങ്ങളുടെ അടുത്ത് വരിക, അങ്ങനെ മാസത്തിൽ 4 തവണ വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഡിഫറൻസ് മെയിനായിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം പോകുമ്പോൾ നമ്മൾ ഒരു മസിൽ പാർട്ടിനല്ല ചിലപ്പോൾ, അപ്പോൾ നമ്മൾ ആദ്യം ആംസ് ചെയ്യുന്നു അല്ലേ, പിറ്റേ ദിവസം ലെഗ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് ഇവിടെ വരുമ്പം ഏജ് കൊണ്ട് വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോ മസ്കുലർ സ്റ്റിമുലേഷൻ എന്നുള്ള മെത്തേഡിലാണ്. അവിടെ നമ്മൾ ഓവറായിട്ടൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ചൊരു വാമപ്പ് ചെയ്യുന്ന പോലെയും നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്താൽ മതി. ഈ ഇലക്ട്രോ മസ്കുലർ സ്റ്റിമുലേഷനിലൂടെ പ്രോപ്പർ മസിൽസിനെല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യും. സോ നമുക്ക് ഷോൾഡർ ആയാലും ചെസ്റ്റ് ആയാലും തൈസ് ആയാലും ഒക്കെ ഒരേ സമയം 20 മിനിറ്റ്സിൽ സ്റ്റിമുലേറ്റ് ചെയ്യും. അവിടെ നമുക്ക് പിന്നെ വേണ്ടത് റിക്കവറിയാണ്. ഒരു ദിവസം നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തു, പിന്നെ വേണ്ട റിക്കവറി എയ്ഡ്സ് നമുക്ക് അവിടെ സോന പോലെയുള്ള മെത്തേഡ്സ്, അല്ലെങ്കിൽ റെഡ് ലൈറ്റ് പോലെയുള്ള മെത്തേഡ്സ്, അല്ലെങ്കിൽ നമുക്ക് ആർട്ടിക് കോൾഡ് പ്ലഞ്ച്, അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് ഐസ് ബാത്ത്, അങ്ങനെയുള്ള കുറേ റിക്കവറി മെത്തേഡ്സ് ഉണ്ട്. ഈ റിക്കവറി മെത്തേഡ്സിലൂടെ ഈ സ്ട്രെങ്തൻ കൊടുത്ത മസിൽ പ്രോപ്പറായിട്ട് റിക്കവറി വരുമ്പോൾ നമുക്ക് ആ ഒരാഴ്ചയിൽ ഒരു സെഷൻ മതി. ഇനി ഇതിന് പുറമെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ന്യൂറോൺസ് ലെവലിലും സെല്ലുലാർ ലെവലിലേക്കും പോകുന്ന പല മെത്തേഡുകളും അവിടെ ഉണ്ട്. ഇപ്പം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു PMF മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, പൾസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. നമ്മൾ നോർമലി ചെരുപ്പിടാതെയൊക്കെ പണ്ടത്തെ കാലത്ത് ആൾക്കാർ നടന്നിട്ടുണ്ടല്ലോ. ചെരുപ്പിടാതെ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എർത്തുമായിട്ടുള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് അതിനെക്കൂടെ കുറേ ഗുണമുണ്ട്. ഇന്ന് നമ്മളെല്ലാവരും ഷൂ യൂസ് ചെയ്യുന്നു, നമ്മൾ ഇൻറ്റീരിയറിൽ പോലും ഷൂ യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ, അല്ലേ? അപ്പോൾ ആ കണക്ഷൻ മിസ്സാവുമ്പം നമുക്ക് പ്രോബ്ലം വരുന്ന എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പാർക്കിൻസൺസ്, അല്ലെങ്കിൽ ഡിമെൻഷ്യ, അല്ലെങ്കിൽ അൾഷിമേഴ്സ് പോലുള്ള വരുന്നുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 40 വയസ്സുള്ള ഒരാളെടുത്താലും ചിലപ്പം മേ ബി 30s പോലും നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാളോട് 8ഉം 5ഉം കൂട്ടിയാൽ എത്രയാ പറയാൻ പറ്റുമോ? അതായത് പറ്റുമെന്ന് എനിക്ക് പറ്റും, ചിലർക്ക് പറ്റൂല. അത് കണക്കറിയായിട്ടല്ല, ബ്രെയിനിൻ്റെ ഫങ്ഷനിങ് ഇല്ല, അല്ലേ? സോ ബേസിക്കലി നമ്മുടെ ന്യൂറോൺസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. നമ്മളെല്ലാത്തിനും ഏതിനും നമുക്ക് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ ചിന്തിക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എന്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ്ങായിരിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. ഇപ്പോൾ യങ്ങായിരിക്കുമ്പം ഏജ് ആവുന്നതിൻ്റെ ഒരു റീസൺ എല്ലാവരും പറയും ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പം നമ്മൾ എന്താ പറയുക വയസ്സ് കൂടാൻ തുടങ്ങുന്നുള്ളത്. അതിന് ബേസിക്കലി ഒരു റീസൺ ഉണ്ട്. പണ്ട് കാലങ്ങളിൽ ഒരു 10,000 20,000 ഇയേഴ്സ് ബാക്ക് പണ്ട് ആൻസസ്ട്രൽ ആ ലെവലിൽ മനുഷ്യന്മാർ ഗുഹയിലൊക്കെ കഴിയുന്ന ഒരു കാലഘട്ടം.
ആ കാലഘട്ടത്തിൽ അവർ ചിലപ്പം ലൈഫിൽ കുറേ ഇൻഫെർട്ടിലിറ്റി റേറ്റ്സ് കുറേ ഉണ്ടാവും. ജനിക്കുമ്പോൾ തന്നെ ആൾക്കാർ മരിക്കുന്ന കുട്ടികൾ മരിക്കുന്ന ആ സമയമുണ്ട്. പിന്നെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡ് ഷെൽട്ടർ ഒന്നും ഉണ്ടാവില്ല. മൃഗങ്ങളുടെ കൂടെ ജീവിച്ച് ആ ഒരു മെത്തേഡിലാണ്. ഒരു ഇന്ന പ്രായമ്പോൾ മരിച്ചു പോകും, പുലി പിടിക്കോ. യെസ്, കറക്റ്റ്. പ്ലസ് പിന്നെ ഇൻഫെക്ഷൻസ് വരും. അന്ന് മെഡിസിൻ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരും. അങ്ങനെ കുറേ ആൾ മരിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പെൺകുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 11 വയസ്സ് 12 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ മെച്ചുവേർഡ് ആവും. മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരുടെ പാർട്ണർ വരും. അവരൊരു ഫാമിലിയായി. 12-13 വയസ്സാകുമ്പോഴത്തേക്ക് ഡെലിവറി കഴിഞ്ഞു, കുട്ടികളായി. 25-26 ആകുമ്പോഴത്തേക്ക് അവർ ഗ്രാൻഡ് പാരൻസ് ആവും. അതെ, കാരണം അവർക്ക് വേറെ ഒന്നുമില്ല. അന്ന് നമ്മളെ പോലെ ടെൻഷനോ സ്ട്രെസ്സോ സ്ട്രെയിനോ ഒന്നുമില്ല. അവർക്ക് ജോലി നോക്കി കല്യാണം കഴിപ്പിക്കാനുള്ള സമയമില്ല. ടോട്ടലി ഫ്രീ ആണ് അവർ. അപ്പോൾ ആ രീതിയിൽ അവർ ഫാമിലി ആവുന്നു. 25-26 ഗ്രാൻഡ് പാരൻസ് ആവുന്നു. സോ ഒബ്വിയസ്ലി അവരുടെ ഒരു 30 കഴിയുമ്പോഴത്തേക്ക് തന്നെ അവർക്കൊരു ഡിറ്റീരിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. വാർദ്ധക്യമായല്ലോ. യെസ്. അപ്പോൾ ജനറ്റിക് ലെവലിൽ അത് ഫീൽ ചെയ്യാൻ തുടങ്ങും. പ്ലസ് ചിലപ്പോൾ ഇങ്ങനത്തെ പല ഫാക്ടേഴ്സ് കാരണം അവർ 35-40 ഒക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർ എക്സ്പയർഡ് ആവും. സോ അങ്ങനെ ഒരു 10,000-20,000 ഇയേഴ്സ് വന്നിട്ട് നമ്മുടെ ജനറ്റിക് ലെവലിൽ നമ്മൾ എന്താവുകയാണ്, ജീൻ അഡാപ്റ്റായി അതിനോട് ആയി. ഓക്കെ. അപ്പം നമ്മുടെ ജീനിലും അതാണുള്ളത്. ബേസിക്കലി ഹെറിഡിറ്ററി അല്ലെങ്കിൽ ജീൻ 20% നമ്മൾ എപ്പോഴും അതാ പറയുന്നത്. 80% ആണ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഈ 20% ജീൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. 30 കഴിയുമ്പോഴത്തേക്കും നമ്മൾ താഴും എന്നുള്ളത്. അതെ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതിലേക്കാണ് നോക്കുന്നത്. കറക്റ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് യുവർ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ്. പറയൂ. ഐ വോണ്ട് ടു നോ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ഞാനിപ്പോൾ ചെറിയ കുട്ടിയായിരുന്നപ്പം എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എൻ്റെ പാരൻസിനെ കണ്ടിട്ടാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി എല്ലാവരും നമ്മളെല്ലാം അല്ലേ, വീട്ടിൽ കിട്ടുന്ന ഫുഡ് അവർ ചെയ്യുന്ന കാര്യം അതല്ലേ എൻ്റെ ലൈഫ് സ്റ്റൈൽ. നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എന്തായി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്നു. പിന്നെ നമ്മൾ കോളേജിലേക്ക് എത്തുമ്പോൾ എന്തായി, കുറച്ചും കൂടി നമ്മളൊന്ന് മെച്ചുവേർഡായി, ചുറ്റുമുള്ളവരെ കാണുന്നു. അതെ, പുതിയൊരു തീരുമാനമൊക്കെ എടുക്കുന്നു. അപ്പൊ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ഡിസിഷൻ പലരും ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. ഫ്രണ്ട്സ്, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ഒബ്വിയസ്ലി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ച് മാറാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വരുമ്പോൾ എസ്പെഷ്യലി ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. ഡിജിറ്റൽ എല്ലാ കാര്യങ്ങളും നിറച്ച് ഗുരുക്കളല്ലേ പഠിപ്പിക്കാനിരിക്കുന്ന. അതെ, ലോകം മുഴുവൻ എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ കുറെ അത് കാരണം നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. പിന്നെ നമുക്ക് ഒബ്വിയസ്ലി ജോലിയൊക്കെ നമുക്ക് വർക്ക് പ്ലേസിലൊക്കെ പോകുമ്പോൾ നമ്മൾ അതുമായിട്ട് അതെ അഡാപ്റ്റഡ് ആയി സ്ട്രെസ് സ്ട്രെയിന് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ പോവാണ്. ആക്ച്വലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആരാ ഡിസൈഡ് ചെയ്യുന്നത്? ഡു യു നോ ദാറ്റ്? ഇങ്ങനത്തെ കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കരുത്, ഞാൻ ചിന്തിച്ചിട്ടില്ല. ആരാ ഡിസൈഡ് ചെയ്യുന്നത്? യെസ്, ബേസിക്കലി യുവർ ജീൻ ഡിമാൻഡ്സ് യുവർ ലൈഫ് സ്റ്റൈൽ. റിയലി? യെസ്. ഹൗ? നമ്മുടെ അമ്മയ്ക്കും അച്ഛനും അറിയോ നമ്മൾ ആരാണെന്ന്? എങ്ങനെ? ഹൂ ആം ഐ? വാട്ട് ഈസ് മൈ ജീൻ? എൻ്റെ ജീനിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ നോർമലി എല്ലാവരും പാല് കുടിക്കും. ഞാനും എൻ്റെ വീട്ടിലൊക്കെ എല്ലാവരും പാല് കുടിക്കും. എൻ്റെ മോളൊക്കെ പാല് കുടിക്കും. റെഗുലറായിട്ട് ഇങ്ങനെ കുടിക്കും. നല്ലതാണ്, അത് ഹെൽത്തി ആണെന്നുള്ള രീതിയിൽ വിശ്വാസം ഉണ്ടല്ലോ. യെസ്, മുട്ട പാല് അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ മോളുടെ ഒരു ജിനോമിക് ടെസ്റ്റ് ഇതുപോലെ ചെയ്തു. നോക്കുമ്പോൾ മോള് ലാക്ടോ ഇൻടോളറൻറ്റ്. എൻ്റെ അമ്മ ഇൻടോളറൻ്റ്, വർഷങ്ങളോളം പാല് കുടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ അപ്പം മോക്ക് ഇത്രയും കാലം പാല് കൊടുത്ത്? ആക്ച്വലി അത് വേസ്റ്റ് ആവുന്നതിനേക്കാൾ ഉപരി ചിലപ്പോൾ മേ ബി ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം ഉണ്ടായിരുന്നു ബോഡിയിൽ, അല്ലേ? ചിലർക്ക് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ പ്രശ്നങ്ങൾ അറിയില്ല. കാരണം എന്താ, ഞാൻ പാല് കുടിക്കുന്നുണ്ട്, എന്റെ മോളും പാല് കുടിക്കണം. അതെ, കുടിച്ചില്ലെങ്കിൽ വഴക്കായി, ആരോഗ്യം വേണ്ടേ? അമ്മമാരാണത് കൂടുതൽ. പിന്നെ ഞാനൊക്കെ മോനെയൊക്കെ ഈ പാല് കുടിക്കാണ്ട് എഴുന്നേക്കണ്ട ആണല്ലോ. പക്ഷെ മോൻ ചിലപ്പം പാല് വേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് ഇല്ലാതെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് എടുത്താൽ മോന് പാല് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഫോഴ്സ് ചെയ്യുന്നത്? കൊടുക്കില്ലല്ലോ, കൊടുക്കണ്ട, പാടില്ലല്ലോ. യെസ്. അപ്പം അവന് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഏജിൽ മേ ബി ഒരു +2 എത്തുമ്പോഴത്തേക്ക് ആൾ മെച്ചുവേർഡ് ആവും. അവിടെ ഒരു പ്രോപ്പർ ഡയറ്റീഷ്യൻ ഈ റിപ്പോർട്ട് കൗൺസിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ആളുടെ ലൈഫ് സ്റ്റൈൽ അവിടെ വെച്ച് ഫ്രീസ് ചെയ്തൂടെ? പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ആൾ പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ മതി. പക്ഷേ ഇപ്പൊ ഈ ഡയറ്റീഷ്യൻ എവിടെ നിന്ന് വന്നു? ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതുവരെ നമ്മൾ പറഞ്ഞതിന്റെ ഇടയിൽ. അപ്പൊ ഇതെങ്ങനെ പക്ഷെ അറിയുന്നത്? എന്ത് ടെസ്റ്റ് ആണ് ഈ ഡയറ്റീഷ്യൻ എന്ന് ഞാൻ പറയുന്നത്? അതൊരു കൗൺസിലർ എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഒരു ജിനോമിക് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് എങ്ങനെ എടുക്കും? അതിലേക്ക് വരാം. ഈ ജിനോമിക് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പാരന്റിന് പോലും കൗൺസിൽ ചെയ്യാം.
ഓക്കെ, അത് വായിച്ച് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതിയല്ലോ. അതെ, അത്ര ഈസി റിപ്പോർട്ടാണ്. ബേസിക്കലി ഈ ജിനോമിക് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കോടതികളിലൊക്കെ കാണാറുണ്ട്, നമ്മൾ DNA റിപ്പോർട്ട് എടുക്കണം എന്ന് പറയും. നമ്മളിപ്പം എന്തെങ്കിലും മരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുക ആൻസസ്ട്ര അങ്ങനത്തെ കണ്ടുപിടിക്കാനൊക്കെ DNA റിപ്പോർട്ട്. ഇന്നിപ്പോൾ ഇത് വളരെ കോമൺ ആണ്. ഈവൻ കൺട്രീസിലേക്ക് നമ്മൾ UAE ഇപ്പോൾ കമ്പൽസറി ആക്കി, മാരേജ് കഴിക്കണമെങ്കിൽ ജിനോമിക് റിപ്പോർട്ട് എടുക്കണം, അവിടെ കമ്പൽസറി ആക്കിയത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു 15 വയസ്സ് അല്ലെങ്കിൽ ഒരു 17 വയസ്സാവുമ്പോൾ തന്നെ സ്കൂളുകളിലും കോളേജുകളിലും ഇത് കമ്പൽസറി ആക്കണം. ബിക്കോസ് നിങ്ങൾ എവിടെയെങ്കിലും എഡ്യൂക്കേഷൻ ഈസ് വെൽത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ട്? അല്ല, ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണോ കേട്ട്? ഇല്ല, ഇത് പുതിയ കോൺസെപ്റ്റ്, ലൈക്ക് പുതിയ കോൺസെപ്റ്റ് എന്നല്ല, ഞാൻ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇല്ല. ഹെൽത്ത് ഇസ് വെൽത്ത് കേട്ടിട്ടുള്ളൂ. ട്രഡീഷണലി ഹെൽത്ത് ഇസ് വെൽത്ത് കേൾക്കൂല. ഈവൻ ഞാനിപ്പോൾ രേണുവിനോട് ചോദിച്ചാൽ പോലും രേണുവിൻ്റെ മോനെ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നത് ഹെൽത്തിലാണോ എഡ്യൂക്കേഷനിലാണോ? എഡ്യൂക്കേഷനിലാണ്. ആണ്. നോർമലി ഞാനും അങ്ങനെ തന്നെയാണ്. അതെ, ഒബ്വിയസ്ലി അങ്ങനെയാണ് നമ്മൾ. കാരണം നമ്മൾ കാണുന്നത് എന്താ, അല്ല അതിനെ ആവശ്യം വന്നിട്ടുള്ളൂ. ആവശ്യം വന്നിട്ടുള്ളൂ. കാരണം ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മക്കൾ വളർന്ന് പഠിച്ച് നല്ല വലുതായി നല്ല സെറ്റിൽ ആവണം എന്നുള്ളതല്ലേ. ബട്ട് വാട്ട് അബൌട്ട് ദെയർ ഹെൽത്ത്? നിങ്ങളൊരു ഹെൽത്തി സിറ്റിസനെ ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ജോലിനെ കൊണ്ട് എന്ത് ഗുണമുള്ളത്? വളരെ വളരെ ശരിയായ കാര്യമാണ്. ലാക്സ് ഓഫ് റുപ്പീസ് സാലറി വാങ്ങിച്ചിട്ട് ഇവിടെ ഇങ്ങനൊരു അൺഹെൽത്തി ഇതിലൂടെ പോകുന്ന ഡയബറ്റീസും ഫാറ്റി ലിവറും ആയിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളോട് നമ്മുടെ കുട്ടികൾ ക്വസ്റ്റ്യൻ ചെയ്യൂലേ? ഉറപ്പായിട്ട് ചെയ്യും. പറഞ്ഞു തന്നില്ലല്ലോ. യെസ്, അവരുടെ അറിയാത്ത സമയത്ത് നമ്മളത് ഗൈഡ് ചെയ്യണം. സോ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സജഷൻ കൊടുക്കാൻ പറ്റിയാൽ അവരവരുടെ ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കി, ദെൻ ഇറ്റ് ഈസ് ദെയർ ചോയ്സ്. കാരണം പ്രായപൂർത്തിയായി കാര്യങ്ങൾ മനസ്സിലാക്കാറായിട്ടും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവരുടെ കയ്യിലിരിപ്പ നമുക്ക് പറയാലോ, എടുത്ത് തന്നതല്ലേ നമ്മളായിട്ട് ചെയ്യാനുള്ള ചെയ്യാം. എഡ്യൂക്കേഷൻ ആണെങ്കിലും നമ്മൾ ഗൈഡ് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു, കുറച്ച് അവർ സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഇത് നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ആ ലൈഫ് സ്റ്റൈലായിട്ട് അവർ പോവുക ഉറപ്പായിട്ടും. പിന്നെ ആരെന്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വന്നാലും അവർ മനസ്സിലാക്കും ഇത് എൻ്റെതല്ല, ഇല്ലേ? ഇപ്പം ഒരാൾ സോഷ്യൽ മീഡിയയിൽ പറയാണ് നീ അത് ചെയ്താൽ സൂപ്പർ ആവും എന്ന് പറഞ്ഞാൽ അയ്യോ അത് എൻ്റെ ജീനിന് ഫിറ്റ് അല്ല എന്ന് നമ്മുടെ മക്കൾക്ക് പറയും. അതെ. അപ്പോൾ ശരിക്ക് അങ്ങനെ കുറേ ആൾക്കാർ പറയുന്നതാണോ വലുത്? അവനവൻ്റെ തന്നെ ജീൻ അനലൈസ് ചെയ്ത് അവനവൻ തന്നെ ഒരു ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവനവൻ്റെ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ എഡ്യൂക്കേഷൻ ലെവലിൽ ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. അത് ചെറിയ എമൗണ്ടിൽ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇതാണോ ചെയ്യുക? ഡെഫിനറ്റ്ലി. നമ്മുടെ ഇവിടെ വരുന്ന ആൾക്കാരെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഡയബറ്റിക് ഒക്കെ ആവാം. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ജിനോമിക് ടെസ്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. അതും കോസ്റ്റ് അറൗണ്ട് ഒരു 15,000 വരുന്നുള്ളൂ. ഇറ്റ്സ് എ ലൈഫ് ടൈം, വൺസ് ഇൻ എ ലൈഫ് ടൈം. ഓക്കെ, ലൈഫ് സ്റ്റൈൽ മാറാനുള്ളതാണല്ലോ ജിനോമിക്. നമ്മളിപ്പോൾ ജാതകമൊക്കെ എഴുതും എന്ന് പറയുന്ന പോലെ വൺസ് ഇൻ എ ലൈഫ് ടൈമിലുള്ള ഒരു ഒറ്റ പ്രോസസ്സ്. നമ്മൾ അതിനൊരു 15,000 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീൻ എന്താണെന്നുള്ളത്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ അവിടെ കസ്റ്റമൈസ് ചെയ്ത പ്ലാനുകളാണ്. ഓഹോഹോ. അപ്പോൾ ഓരോ ആളുകളുടെയും ഇതനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ നിങ്ങളുടെ ഫുഡ് മാറ്റേണ്ട വരില്ല എന്നൊക്കെ. ബിക്കോസ് നമ്മുടെ അപ്രോച്ച് ടോട്ടലി വേറെയാണ്. യെസ്. ഓക്കെ. അപ്പോൾ അവിടെ വരുന്നു, നമ്മൾ റിപ്പോർട്ട് എടുക്കുന്നു, എന്നിട്ട് നിങ്ങൾ പിന്നെ എന്താ ചെയ്യുക? റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഉണ്ട്. ഡയഗ്നോസ്റ്റിക് ടൂൾസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഡയബറ്റിക് ഉള്ള ഒരാളുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ലാബ് ടെസ്റ്റുകളുണ്ട്. ആ ലാബ് ടെസ്റ്റുകളിലൂടെ നമുക്ക് കുറച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അയാളുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് എന്താണെന്നുള്ളത്. ഇപ്പോൾ അയാളുടെ ഷുഗർ ലെവൽസ് എങ്ങനെയാണ് സ്പൈക്ക് ചെയ്യുന്നത്, ഷുഗർ ലെവൽസ് ഏതൊക്കെ ടൈമിലാണ് നമുക്ക് കുറയുന്നത് കൂടുന്നത്, അത് നമുക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ പോലത്തെയുള്ള ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഒലിഗോസ്കാൻ പോലെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ്, കേരളത്തിൽ തന്നെ എവിടെയില്ല. ഒലിഗോസ്കാൻ എന്ന് പറയുന്നത് നമ്മുടെ സെല്ലുലാർ അല്ലെങ്കിൽ ടിഷ്യൂ ലെവലിലുള്ള മിനറൽസ്, ടോക്സിൻസ്, വൈറ്റമിൻസിനെ കണ്ടുപിടിക്കുന്ന ഒരു മെഷീനാണ്. നമ്മുടെ നോർമലി നമ്മൾ ബ്ലഡ് ടെസ്റ്റെല്ലാം എടുക്കുക, പക്ഷേ ഈവൻ ബ്ലഡ് പോലും വേരി ചെയ്തുകൊണ്ടിരിക്കും ബ്ലഡിലുള്ളത്. ഓക്കെ, ബ്ലഡിൽ മാത്രം ഉണ്ടായതിനെ കൊണ്ട് കാര്യമില്ല. ബ്ലഡിലുള്ളത് നമ്മുടെ സെല്ലിലോ ടിഷ്യൂലോ എത്തിയാലല്ലേ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ആണല്ലോ. സോ അപ്പോൾ സെല്ലുലാർ ലെവൽ, ടിഷ്യൂ ലെവലിലുള്ള മിനറൽസ്, ടോക്സിൻസ്, വൈറ്റമിൻസ് ലെവൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഡയബറ്റിക് ആയിട്ട് കണക്റ്റഡ് ആണ്. അല്ലാതെ നമ്മൾ നോർമലി എല്ലാവരും പറയാം എന്താ, എനിക്ക് ഷുഗർ കൂടുതലാണ്, എനിക്ക് ഡയബറ്റിക് ഉണ്ട്. ദാറ്റ് ഈസ് റോങ്. അറൌണ്ട് 7-8 കണ്ടീഷൻസ് ആർ ദർ. ഇപ്പോൾ ഈവൻ രേണുവിന് ചിലപ്പം പ്രോപ്പർ മൈറ്റോകോൺട്രിയ ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യുന്നില്ല. അവിടെ ഷുഗറിൻ്റെ പ്രശ്നമില്ല, ഇൻസുലിൻ പ്രശ്നമില്ല, പക്ഷേ മൈറ്റോകോൺട്രിയയുടെ പ്രശ്നമാണ്. അപ്പോൾ അതിന് കുറേ ഇൻസുലിൻ അടിച്ച് കയറ്റിയിട്ടോ മെഡിസിൻ അടിച്ചിട്ടോ കാര്യമില്ല. ഓക്കെ. അതേപോലെ ഇപ്പം രേണുവിന് ചിലപ്പോൾ ഗട്ടിൽ പ്രശ്നം ഉണ്ടാവാം.
ആ ഗട്ടിൻ്റെ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇൻഫ്ലമേഷൻസ് കാര്യങ്ങളുണ്ടാവും. അത് കവർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വെറും ഇൻസുലിൻ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ ഫസ്റ്റ് രേണുവിന് എന്താ പ്രോബ്ലം എന്ന് മനസ്സിലാക്കണ്ടേ? പിന്നെ ഇല്ലേ? അതെ. സോ അവിടെ നമ്മളൊരു 8 കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതിൽ ചിലപ്പോൾ 3 ഉണ്ടാവും രേണു. അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യും. അവിടെ നമ്മൾ ഈ 14 days കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ വെച്ചിട്ട് അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഏത് ഫുഡ് കഴിക്കുമ്പോഴാണ് ഷുഗർ സ്പൈക്ക് ആവുന്നത്. അപ്പം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഏത് സമയത്താണ്. ഇനി ഉറങ്ങുന്ന സമയം, ഉറക്കത്തിൽ നമുക്ക് ഷുഗർ ഭയങ്കര ഡൗൺ ആവുന്നുണ്ട്. അതിനൊക്കെ പല പല റീസൺസ് ഉണ്ട്. ആ രീതിയിലാണ് അത് ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാൾ, നമുക്ക് വെയിറ്റുകൾ വെച്ച് ഞാൻ ചോദിക്കാം. ഇപ്പോൾ ഒരു 75 കിലോ ഉള്ള ഒരാൾ വരികയെന്ന് വിചാരിക്കാം. അയാളൊരു 162 ഉള്ളൂ. അയാൾക്ക് 56 ആണ് അയാളുടെ ഐഡിയൽ ആയിട്ടുള്ളൊരു വെയിറ്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ആൾ വന്നു കഴിയുമ്പോൾ ഇയാൾക്ക് ഡയബറ്റീസ് ഒന്നുമില്ല, വെയിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾ വരുമ്പോൾ അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുക? എന്താ സംഭവിക്കുക? ഈവൻ നമ്മളിപ്പോൾ ഒരു ഫാറ്റ് ലോസ് അല്ലെങ്കിൽ നമ്മളൊരു വെയിറ്റ് മാനേജ്മെൻറ്റിന് വരുന്ന ആളാണെങ്കിൽ പോലും നമുക്ക് അവിടെയും ഈ പറഞ്ഞ പോലെ ഡയഗ്നോസിസ് നമ്മൾ ആദ്യം ചെയ്യും. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാർ പല ട്രീറ്റ്മെൻറ്റിനും പല മെത്തേഡിനും പോയാൽ പോലും അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും ശരീരം തടിക്കും. ശരിയല്ലേ? പലരും ചിലപ്പം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ 2 മാസം കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ ആവും എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നർ സൈഡ് നമ്മൾ പ്രോപ്പർ ആക്കാത്തതിനെ കൊണ്ടാണ്. നമ്മൾ എക്സ്റ്റേണലി എല്ലാവരും കാണുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഒരാൾ വന്നിട്ട് പറയാണ് എൻ്റെത് 5 കിലോ കുറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കാറുള്ളത്, നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പം ഫസ്റ്റ് ഡേ വരുമ്പോൾ ഒന്ന് കിതച്ചിട്ടിരിക്കും വന്നിട്ടുണ്ടാവും സ്റ്റെപ്പ് കയറി വരുമ്പം. ഈവൻ ദോ ലിഫ്റ്റ് ഉണ്ടെങ്കിലും ഞാൻ പറയാം കസ്റ്റമേഴ്സ് ലിഫ്റ്റ് യൂസ് ചെയ്യണ്ടാവും. കാരണം എന്തുകൊണ്ടാണെന്ന് ആ ചേഞ്ച് മനസ്സിലാക്കാൻ. ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോർ ആണ്, ബട്ട് സ്റ്റിൽ ഞാൻ പറയും ഫസ്റ്റ് ഡേ വന്നാൽ എങ്ങനെയാണ്, കുറച്ച് കിതപ്പുണ്ടായിരുന്നു, 1 മാസം കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട്, അതൊന്ന് കുറഞ്ഞു. സോ എന്താന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഫങ്ഷൻ മാറാൻ തുടങ്ങി. ബട്ട് ഇറ്റ് ടേക്ക് സം ടൈം. ഓക്കെ, അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മമ്മൂക്കയുടെ കാർ നമ്പർ എത്രയാണെന്നറിയോ? 369. അറിയാത്തവരുണ്ടോ? 369 എന്ന് പറയുന്നത് മമ്മൂക്കയുടെ കാർ നമ്പറാണ്. ഈ 369 ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളായിട്ടൊരു കണക്ഷൻ ഉണ്ട്. 369 ഇന്നേ വരെ കേൾക്കാത്ത കളക്ഷൻ പറയൂ, ഞാൻ കേൾക്കട്ടെ. ശരിക്ക് ഫസ്റ്റ് 3 months ഇപ്പം നമ്മുടെ ഫോർമുല തന്നെ 369 എന്ന് പറയുമ്പം നമ്മുടെ ഏജ് ഓണിൽ വന്ന് രേണുപ്പോൾ ഒരു മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയാം ഫസ്റ്റ് 3 months യു വിൽ ഫീൽ യുവർ ഇന്നർ ചേഞ്ച്. 6th month onwards you will feel your external change. 9th month onwards your friends or relatives will ask what you are doing. Okay, that's great. ഇത് നമ്മൾ ഒരാൾ വരുമ്പം നമ്മൾ ഓൺ ബോർഡ് ചെയ്യുമ്പം അയാളോട് പറയുന്നതാണ്. ഇനി ഇതിൻ്റെ പിന്നിലത്തെ സയൻസ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിലെ പല സെല്ലുകൾക്കും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പം നമ്മൾ ചിലപ്പം ഏറ്റവും ഈസി ആയിട്ട് പോകുന്നതാണ് നമ്മുടെ ഗട്ട് വയറിലുള്ള സെല്ലുകൾ, ഇൻറ്റസ്റ്റൈനിലുള്ള സെല്ലുകൾ. ആ സെല്ലുകൾ ഒരാഴ്ചനെ കൊണ്ട് തന്നെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, കുറച്ചുകൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന രക്താണുക്കൾ, 3-4 മാസമാണ് അതിൻ്റെ ലൈഫ് സ്റ്റൈൽ അല്ല ലൈഫ് സൈക്കിൾ. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് 3 months വരുന്ന അവിടെയാണ്. നമ്മുടെ ശരീരത്തിൽ ഈ റെഡ് ബ്ലഡ് സെൽസ് മാറി പുതിയത് വരണം. അപ്പോൾ അതിനുള്ളൊരു ടൈം വേണം. ആ ടൈമിലൂടെ നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ എന്തായി, ഇതിൻ്റെ എല്ലാം ഫങ്ഷനിങ് മാറുകയാണ്. ബേസിക്കലി RBCs ആണ് എല്ലാ സ്ഥലത്തും ഓക്സിജൻ എത്തിക്കലും പ്രോപ്പർ ഫങ്ഷനിങ് ഒക്കെ എത്തിക്കുന്നത്. സോ ഫസ്റ്റ് 3 months അങ്ങനെയുള്ള കുറേ സെല്ലുകൾ നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുകയാണ്. അവിടെയാണ് മമ്മൂക്കയുടെ കാർ നമ്പറിന്റെ ഫസ്റ്റ് 3 വരുന്നത്. ഫസ്റ്റ് 3 കഴിഞ്ഞു. ഇനി 6th വരുമ്പോൾ എവിടെയാന്ന് പറഞ്ഞാൽ ലിവർ അല്ലെങ്കിൽ പാൻക്രിയാസ് അങ്ങനെയുള്ള ഓർഗൻസിന്റെ സെല്ലുകളുടെ ലൈഫ് സൈക്കിൾ അറൗണ്ട് ഒരു 6 to 7 months ആണ്. അപ്പോൾ ഒരു ഡയബറ്റിക് ഉള്ള ഒരാൾ പ്രോപ്പറായിട്ട് ഈ പാൻക്രിയാസും ലിവറൊക്കെ ഫങ്ഷനായി വരണമെങ്കിൽ ഒരു 6-7 മാസം സമയം എടുക്കും. സെക്കൻഡ് 6 ആയി. 9th month എന്ന് പറയുമ്പം ഓവറോൾ നമ്മളൊരു 1 yearലേക്ക് അടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് സെല്ലുകളെല്ലാം നോർമലായി വരാൻ തുടങ്ങി. നമ്മളൊരു 21 ദിവസം ചെയ്താൽ ഹാബിറ്റ് ആവും എന്ന് പറയുന്ന പോലെ ഈ സെല്ലുകൾ 2 സൈക്കിളൊക്കെ ആയി നമ്മളൊരു 9 മാസം കഴിഞ്ഞ് 1 വർഷത്തോടെടുക്കുമ്പോൾ ഈ സെല്ലുകൾ യൂസ്ഡ് ആവും ഇതുമായിട്ട്. സോ അവരുടെ ഒരു നോർമൽ മെത്തേഡായി മാറാണിത്, അവരുടെ ഹാബിറ്റായി മാറാണിത്. സോ നമ്മളവിടെ സെല്ലുലാർ കറക്ഷൻ ചെയ്ത് സെല്ലിനെ ആ ഒരു ഹാബിറ്റിലേക്ക് കൊണ്ടുവരുമ്പം ബാക്കി നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി. സോ 369 കൊള്ളാം. എങ്കിൽ ഞാൻ ചോദിക്കാം, ആർക്കൊക്കെ നിങ്ങളുടെ അടുത്ത് വരാം? അതായത് ഏതൊക്കെ തരം ആളുകൾക്ക് ഏജ് ഓണിലേക്ക് വരാം? ഓക്കെ, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ജെൻഡർ,
ജെൻഡർ പ്രശ്നമല്ല, മെയിൽ ആയാലും ഫീമെയിൽ ആയാലും. ഇനി നമ്മൾ ഏജ് നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 25 വരെ അല്ലെങ്കിൽ 30 വരെ ഒന്നും ആൾക്കാർക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി ഈ ഫാറ്റ് ലോസ് വെയിറ്റ് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് നമുക്ക് 25-30 റേഞ്ചിലുള്ള ആൾക്കാർ വരാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോഴാണ് ഒരു 30 ഒക്കെ എബോവ് ആകുമ്പോൾ ഡയബറ്റിക്കോ അങ്ങനത്തെ പല പല കണ്ടീഷനിലേക്ക് പോകുന്നത്. സോ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ആൾക്കാർക്ക് എല്ലാം വരാം. പിന്നെ നമ്മൾ പോകുന്നത് കുറച്ചുകൂടി ഒരു 40-50 ഒക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ നോക്കാൻ തുടങ്ങുക എന്താ 50 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അറിയില്ല, എത്തിയിട്ടില്ല. കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ നോക്കുക എന്താ പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പ്രായം കുറയ്ക്കാന്ന്. ശരിയല്ലേ? എത്തിയിട്ടില്ല. അതെ. അപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവരും പോകും എന്താ സ്കിൻ കെയർ ക്ലിനിക്ക്. അയ്യോ, ഇഷ്ടം പോലെ ഈ ജിമ്മുകൾ ഉള്ളതിന്റെ ഇരട്ടി സ്കിൻ കെയർ ക്ലിനിക്കുകൾ. സലൂൺ സ്പാ പോലെയാണ് സ്കിൻ കെയർ. അത് നല്ലതാണ്, ഓക്കെ ഫൈൻ. നമ്മുടെ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി പലർക്കും കോൺഫിഡൻസ് അതാണ് അല്ലേ. പക്ഷേ ഞാൻ പലപ്പോഴും പലരിലും കണ്ടിട്ടുണ്ട് നമ്മൾ ബ്യൂട്ടി നോക്കുമ്പം പലർക്കും പക്ഷേ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 5 സ്റ്റെപ്പ് കയറാൻ വയ്യ. തിളങ്ങുന്ന സ്കിന്നാണ്, ഭയങ്കരമായിട്ട് ഒരു അട്രാക്റ്റീവ് ആണ് ആള്. പക്ഷെ ഒന്ന് നടക്കാൻ പറഞ്ഞാൽ ആള് അയ്യോ വയ്യ. ശരിയാണ് കേട്ടോ, ഞാൻ പലരെയും ഇപ്പൊ എന്റെ മനസ്സിലേക്ക് വരുന്നു. അവർക്ക് പല സമയത്ത് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ അവർ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗെറ്റ് ടുഗദർ വാട്ടെവർ പല സിറ്റുവേഷനിൽ അവർക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവരുടെയൊക്കെ കോൺഫിഡൻസ് എന്താ? എക്സ്റ്റേണൽ ബ്യൂട്ടി. അതെ, ശരിയല്ലേ? അതൊരു കോൺഫിഡൻസ് ആണ്. ശരിക്ക് നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഈ ബ്യൂട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം. ശരിയാണ് കേട്ടോ. ബിക്കോസ് ഐ ഫോളോ ടോം ക്രൂയിസ്. കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് ആക്ടിവിറ്റിയാണ് വേണ്ടത്. നമുക്കിപ്പം ഒരു 50, 60, 70 ആയാലും നമുക്ക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ആക്ഷൻസ് ഉണ്ടെങ്കിൽ എവിടെ നിന്നും ചാടും. യെസ്, വി ആർ യങ് അല്ലേ? അതാണ് റിയാലിറ്റി. സോ ഐ ബിലീവ് ദർ. അപ്പൊ അങ്ങനെയുള്ളതല്ലേ കുറച്ചുകൂടി നല്ലത്? കുറച്ചുകൂടി എന്നല്ല, അതാണ് വേണ്ടത്. യെസ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. വി ഹാവ് സം ക്ലയൻസ് ഫ്രം അബ്രോഡ് ഓൾസോ. UAE അല്ലെങ്കിൽ ദുബായ് അല്ലെങ്കിൽ മാൽദീവ്സ് എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ലോഞ്ചിവിറ്റി നല്ലോണം അറിയാം. അവർ വന്നിട്ട് ഇപ്പം ലാസ്റ്റ് വീക്ക് ഒരു കപ്പിൾ വന്നു. ബേസിക്കലി അവർ ദുബായ് ബേസ്ഡ് ആണ്, കൊച്ചിയാണ് അവരുടെ പ്രോപ്പർ. അവർ വർഷത്തിൽ 2-3 പ്രാവശ്യം വരും. ഇവിടെ വരുമ്പം മസാജ് ട്രീറ്റ്മെൻറ്റ് അതൊക്കെ ചെയ്തു പോകും ഒരു റിഫ്രഷ്മെൻറ്റിന്. ഇപ്രാവശ്യം ആൾ വന്നപ്പോൾ നമ്മുടെ എവിടെയോ വെബ്സൈറ്റിൽ എന്തോ കണ്ടതാണ്. ആളും വൈഫും കൂടി വന്നു. രണ്ടാളും കൂടി ജസ്റ്റ് ഒരു 2 വീക്സ് പാക്കേജ് എടുത്തു. ആള് എന്നെ നേരിട്ട് കണ്ടു, ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു, ദുബായിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് ക്ലിക്കാവും. കാരണം നമുക്കിപ്പം ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. അവെയർ ആയിട്ടുള്ള ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. യെസ്. എബ്രോഡ് ലാസ്റ്റ് 8 to 10 years US യൂറോപ്പിലൊക്കെ ഈ ഒരു ഫീൽഡ് ഭയങ്കരമായിട്ട് ബൂമിംഗ് ആണ്. കാരണം ഒരു 50-60 വയസ്സ് കഴിഞ്ഞാൽ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്ക് എല്ലാം ഉണ്ട്. യങ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. യെസ്. അപ്പം നമ്മുടെ ഇപ്പം ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പം യങ് പോപ്പുലേഷനാണ് കൂടുതൽ. ബട്ട് ആഫ്റ്റർ 20-25 years നമ്മളെല്ലാം വയസ്സായ ആൾക്കാരെ. ഇപ്പൊ ചൈന ഫേസ് ചെയ്യുന്ന അതാണ് അല്ലേ? ഇപ്പൊ എല്ലാവരും ഒരു 50 വയസ്സ് 60 വയസ്സായാലും എന്ത് ചെയ്യും? ഇപ്പൊ രേണുവിന്റെ പാരൻസിനെ ഒരു സീനിയർ സിറ്റിസൺ ഹോമിൽ കൊണ്ടാക്കാനാണോ ഇഷ്ടപ്പെടുന്നത്, അല്ല അവർ ആക്റ്റീവ് ആയിട്ടുള്ള ലൈഫാണോ ഇഷ്ടപ്പെടുന്നത്? ആക്റ്റീവായിട്ട് എൻ്റെ കൺമുന്നിൽ. അങ്ങനെയാണ് അവർ ഏജിലേക്ക് വിട്. അതാണ് മനസ്സിലായില്ലേ? അവിടെയാണ് നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറേണ്ടത്. നമ്മൾ അവരെ അങ്ങനെയുള്ള ഒരു ഹോംസിലേക്ക് വിടാതെ അവർ ആക്റ്റീവായിട്ട് നിൽക്കട്ടെ. പിന്നെ നടക്കാനും സ്വന്തം കാര്യം ചെയ്യാനും പറ്റിയ പ്രൊഡക്റ്റീവ് ആവട്ടെ. പിന്നെ ഒറ്റയ്ക്ക് മൂവി കാണാൻ പോവുക, ഒറ്റയ്ക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോവുക, അടിച്ചു പൊളിക്കുക, ടൂറിനൊക്കെ പോവുക അല്ലേ? അപ്പൊ ആ രീതിയിലേക്ക് മാറ്റുക. അവിടെയാണ് ലോഞ്ചിവിറ്റി പിക്ചറിൽ വരുന്നത്. സോ ഒരു അബവ് 50 ഉള്ള ആൾക്കാർക്ക് അതാണ് കുറച്ചുകൂടി. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ അൺഫോർച്ചുനേറ്റ്ലി ലോഞ്ചിവിറ്റിനേക്കാളും ആൾക്കാർ കൂടുതൽ നോക്കുന്നത് ഈ പറഞ്ഞ പോലെ ഡയബറ്റിക്കും ലൈഫ് സ്റ്റൈൽ എത്തണമെങ്കിൽ അത് ഇത് മാറണമല്ലോ. അതെ. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിലാണ്. ഇത് നമ്മൾ മാറി ഒരു 1 year കൊണ്ട് ഇത് മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഒബ്വിയസ്ലി ലോഞ്ചിവിറ്റി പാക്കേജുകളിലേക്ക് മാറാം, അത് കണ്ടിന്യൂ ചെയ്യാം. എന്തൊക്കെ തരം പാക്കേജുകളാണുള്ളത്? കാരണം ഇപ്പോൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് എന്നുള്ളൊരു സംഭവമാണല്ലോ എല്ലാവരും കാണുന്നത്. പിന്നീട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പം ഏജ് ഓണിൽ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ ടൈപ്പ് പാക്കേജസ് ഉണ്ട്? ഓക്കെ, നമ്മളിപ്പം കണ്ടീഷൻ വൈസ് ആണെങ്കിൽ നമുക്ക് ഫാറ്റ് ലോസ് വെയിറ്റ് മാനേജ്മെന്റ് പാക്കേജ് ഉണ്ട്. പിന്നെ നമുക്ക് ഡയബറ്റിക് റിവേഴ്സൽ പാക്കേജുകളുണ്ട്. പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ളതാണെങ്കിൽ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് പാക്കേജ് ഉണ്ട്, റിക്കവറി പാക്കേജുകളുണ്ട്, ലോഞ്ചിവിറ്റി ആൻഡ് റിക്കവറി പാക്കേജ് ഉണ്ട്. പിന്നെ ഈവൻ നമുക്ക് തൈറോയിഡ് റിവേഴ്സൽ പോലെയുള്ള അങ്ങനത്തെ പാക്കേജുകളുണ്ട്. ഓക്കെ. പിന്നെ കുറച്ചുകൂടി നമുക്കുള്ള പെയിൻ ആൻഡ് ഇഞ്ചുറി മാനേജ്മെന്റ്. അതിന് നമുക്ക് കുറച്ചുകൂടി ആൾക്കാർ വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക്
ലിഗമെന്റ് ഇഷ്യൂസ്, അങ്ങനത്തെ സ്റ്റേജ് 1 അങ്ങനത്തെ ഇഷ്യൂസിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ സർജറി ലെവലിലേക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഫസ്റ്റ് ലെവൽ ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് പെയിൻ, ബാക്ക് പെയിൻ അല്ലെങ്കിൽ നെക്ക് പെയിൻ, അങ്ങനത്തെ കുറേ കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ, സ്ട്രോക്ക് ഒക്കെ കഴിഞ്ഞ ആൾക്കാർ, അവർക്കൊക്കെയുള്ള കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്പെഷ്യലൈസ്ഡ് പാക്കേജുകളും ഉണ്ട്. സോ ഇത്രയും ടൈപ്പ് ഓഫ് പാക്കേജുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സ്ട്രെങ്ത്തും ഇതിനൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാത്തിനും ആഴ്ചയിൽ ഒരു തവണ വന്നാൽ മതിയോ? അല്ല, നമ്മളിപ്പോൾ ഡയബറ്റിക്കിനാണെങ്കിൽ ആഴ്ചയ്ക്ക് 2 പ്രാവശ്യം വരും. ഓക്കെ. കാരണം ചില ആൾക്കാർക്ക് ചില കൺസേൺ അനുസരിച്ചിട്ടാണ് പാക്കേജ് വരിക. പക്ഷേ നോർമൽ സ്ട്രെങ്ത് ഫിറ്റ്നസ്സിനൊക്കെ ആഴ്ചയിൽ 1 പ്രാവശ്യം വന്നാൽ മതി, ഒരു 2 hours സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ജിമ്മിൽ വരുന്ന പോലെ മസിൽ ഉണ്ടാക്കാൻ പറ്റുമോ? യെസ്. എന്തിനാണ് നമ്മൾ മസിൽ ഉണ്ടാക്കുന്നത്? ആക്ച്വലി നമ്മുടെ മസിൽ ഉണ്ടാക്കുന്നത് ഓക്കെ, എൻ്റെ മനസ്സിലത് മെറ്റബോളിസം നന്നായി നിൽക്കാനും ഭക്ഷണം കഴിച്ചാൽ തടി വെക്കാതിരിക്കാനും ആണല്ലോ. ശരി, പലരുടെ മനസ്സിലും പലതാണ് മസിൽസിനുള്ള ഒരു ഡെഫിനിഷൻ. ഓക്കെ. അപ്പം ഞാൻ ചിലപ്പം വിചാരിക്കുക മസിലൊക്കെ ആക്കി നല്ല ബോഡി ബിൽഡ് ചെയ്ത് ഒരു ഭയങ്കര മസിൽ, എൻ്റെ ലക്ഷ്യം മറ്റതാ. അതെ, ഒരാൾ അങ്ങനെ ചിന്തിക്കും. ചില ആൾ ചിന്തിക്കുക എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലീൻ മസിലൊക്കെ ആയിട്ട് നല്ല ഫിറ്റ് ആയിട്ട് നിൽക്കും, അല്ലേ? ഫുട്ബോൾ പ്ലേയേഴ്സ് ഒക്കെ, ഫുട്ബോൾ പ്ലേയേഴ്സ്, ഇപ്പം നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ പോലുള്ള ആൾക്കാരൊക്കെ ആ രീതിയിൽ. ചിലർ ഇപ്പം രേണു പറഞ്ഞ പോലെ തന്നെ ഒരു ഒതുങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ മെറ്റബോളിസം ഒക്കെ വേണം ആവശ്യത്തിന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെവിടെയും വീണാ പരിക്ക് പറ്റരുത്. ബേസിക്കലി മസിൽ അതിനൊക്കെ ഉള്ളതാണല്ലോ, നമുക്ക് പ്രൊട്ടക്ഷൻ ആണല്ലോ അവിടെ, അതിന് വേണ്ടിയിട്ട്, അല്ലേ? ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും പറ്റും, എക്സെപ്റ്റ് ബോഡി ബിൽഡിംഗ്. ബോഡി ബിൽഡിംഗ് എന്നുള്ളത് നമ്മുടെ ഡെഫിനിഷന്റെ പുറത്താണ്. ഓക്കെ, അതിന് നമ്മൾ ജിമ്മിൽ തന്നെ പോകണം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോലെ. യെസ്, ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ പോവാൻ. ക്രിസ്ത്യാനോ റൊണാൾഡോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഒരു കൾച്ചറുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് സ്ട്രെങ്ത് ഉണ്ട്, പിന്നെ സ്റ്റാമിന, എൻഡ്യൂറൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കും. നമ്മൾ നോക്കാത്തൊരു ഏരിയയാണ് റിക്കവറി. റിക്കവറി നമ്മൾ ചെയ്യാറില്ല. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2 പ്ലെയേഴ്സുമായിട്ട് സംസാരിച്ചു. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ റിക്കവറിക്ക് വേണ്ടി എന്താ ചെയ്യാൻ? അല്ല സാർ, ഞങ്ങൾ നല്ലോണം ഉറങ്ങും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സർപ്രൈസ്ഡ് ആയി. ഓക്കെ, ഉറങ്ങുക എന്നുള്ളത് നമ്മളെല്ലാവരും ചെയ്യുന്നതാണല്ലോ. ഞാനും ഉറങ്ങലുണ്ട്, ഞാനും 8 മണിക്കൂർ ഉറങ്ങലുണ്ട്. പക്ഷെ ഐ ആം നോട്ട് എ പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ. എനിക്ക് നിങ്ങളെപ്പോലെ ഇത്ര ഫിസിക്കൽ ആക്റ്റീവ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനും നിങ്ങൾ 8 മണിക്കൂർ ഉറങ്ങിയാൽ നിങ്ങൾക്ക് ആ റിക്കവറി മതിയോ? മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ എത്തി. ഞാൻ ആ ഷോക്കിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ബിക്കോസ് ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കടുത്ത ആരാധികയാണ്. സോ ഐ ഫോളോ ഹിം, സോ ഐ നോ ഹിസ് റുട്ടീൻ, എങ്ങനെയാ ചെയ്യണേന്ന്. അപ്പം ഫുട്ബോൾ പ്ലേയേഴ്സിന് ഉറക്കം മാത്രം പോരാന്നറിയാനുള്ള ബോധം എനിക്കുണ്ട്. കാരണം അവർ അവരുടെ ഫിസിക്കിന് അത്രയും ടോർച്ച് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇപ്പം നമ്മൾ ഇരിക്കുന്ന പോലെ അല്ല അവരുടെ ഒരു ഫിസിക്കൽ പെർഫോമൻസ്. അത്രയും ഫിസിക്കൽ പെർഫോമൻസ് ചെയ്യുന്ന ഒരാള് വെറും 8 മണിക്കൂർ ഉറങ്ങിയാൽ മതി. എനിക്കൊരു സർപ്രൈസ് പോരാ, ഞാൻ ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. ഓക്കെ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ തന്നെ ഇങ്ങനത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരില്ലേ, ഇത്രയും ഹീറോസ് നിങ്ങളുടെ മുന്നിലില്ലേ, അവരെന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിക്കൂടെ? അതിനുള്ള ഓപ്ഷൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് ചെയ്തുകൂടെ? അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇൻസ്റ്റാ പേജ് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അല്ല സാർ, ഇതൊന്നും ഇവിടെ ഒന്നും അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ ബേസിക്കലി ക്രിസ്ത്യാനോ പോലും ഡെയിലി അയാളുടെ റൊട്ടീനിലെ ഒരു ഭാഗമാണ് ഐസ് ബാത്ത് അല്ലെങ്കിൽ കോൾഡ് പ്ലഞ്ച്. പുള്ളി പറയാറുണ്ട്, ഞാൻ ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെയാണ്, ഒരു ദിവസം 2-3 മിനിറ്റ് അതിൽ പോയിരിക്കും. പിന്നെ അതേപോലെ സോന സെഷൻസ്, അതുപോലെ തന്നെ നമുക്ക് എയർ കംപ്രഷൻ, ന്യൂമാറ്റിക് എയർ കംപ്രഷൻ എന്ന് പറഞ്ഞ സെഷൻസ് റെഗുലറായിട്ട് എടുക്കുന്നതാണ്. കാരണം അവർക്ക് വേണം അത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് പ്ലേയേഴ്സ്, വിരാട് കോഹ്ലി പോലുള്ള ആൾക്കാരൊക്കെ ഇത് ചെയ്യുന്നതാണ്, അല്ലേ? അപ്പം അങ്ങനത്തെ പ്രൊഫഷണലിസം ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ പറയാ, നമ്മുടെ രാജ്യത്തേക്ക് ഒരിക്കലും ഗോൾഡ് മെഡലുകളോ അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ പോണേ. നമ്മളിപ്പോഴും കുറച്ചും കൂടി ആ പഴയ രീതിയിൽ തന്നെയാണ്. അതെ, എന്നിട്ട് നമ്മൾ ജെനറ്റിക്സിനെ കുറ്റവും പറയും. നമ്മുടെ ജെനറ്റിക്സ് ഇങ്ങനെയാണ്, നമുക്ക് മസിൽ ഇല്ലാത്ത ജെനറ്റിക്സ്. എന്തുകൊണ്ടാണ് ചൈനക്കാർ വിൻ ചെയ്യുന്നത്? കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ജപ്പാനും ഒളിമ്പിക്സ് അവരെത്ര ലീഡ് ചെയ്യുന്നു. എന്തിനാ നമ്മളെക്കാളും തായ്ലൻഡ് പോലുള്ള കൺട്രീസ് ഗോൾഡ് അടിക്കുന്നില്ലേ? അവരുടെയും ജെനറ്റിക്സ് നല്ലതാണെന്ന്. ജെനറ്റിക്സ് നല്ലതാണ്. ഏഷ്യൻ കൺട്രീസ് ഓൾമോസ്റ്റ് സിമിലർ ജെനറ്റിക്സ്. നമ്മൾ സമ്മതിച്ചില്ല. നമ്മൾ ഇന്ത്യൻസ് അല്ലെങ്കിൽ നമ്മൾ വേറെ ടൈപ്പ് ഓഫ് വിചാരിക്കുക. പക്ഷെ ബേസിക്കലി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. കാരണം അവിടെയാണ് നമ്മളൊരു പ്രൊഫഷണലിസം എന്ന് പറയാം. കാരണം റിക്കവറി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ആരും ചർച്ച ചെയ്യാത്ത കാര്യമാണ്. കറക്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെപ്പോഴും നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഒരാഴ്ചയിൽ 3 ദിവസം വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു 2-3 ദിവസം ഒരു റിക്കവറി സെഷനും എടുക്കുക. പ്രോപ്പറായി നമ്മൾ ഒന്നിനെയും അധികം ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മസിൽസിനെ നമ്മൾ ടോർച്ചർ ചെയ്യുമ്പോൾ അതിന് റിക്കവറിയും കൊടുക്കണം. ഈ ഐസ് ബാത്ത് ശരിക്കും ഇമ്പോർട്ടൻ്റ് കാര്യമാണല്ലേ? ഐസ് ബാത്ത് ഇമ്പോർട്ടൻ്റ് കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക്
എൻ്റെ മുന്നിൽ 1-2 ലേഡീസ്, അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ഫിറ്റ്നസ്സും സ്ട്രെങ്ത്തും പറയുന്നതിനേക്കാൾ ഉപരി വേറെയും കുറച്ച് ആൾക്കാരുണ്ടല്ലോ, 1-2 ലേഡീസ് എൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ 1-2 സീനുകളുണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്ന സമയത്ത് ഉറക്കമില്ല, ഭയങ്കര ആങ്സൈറ്റി, ഡിപ്രഷൻ, മെഡിസിനൊക്കെ എടുത്ത ആൾക്കാരാണ്, എന്തൊക്കെയോ ഇഷ്യൂസ്. ഞാൻ പിന്നെ അതിലേക്കൊന്നും പോകാറില്ല. അവരെന്തൊക്കെയോ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ആയിട്ട് അവർ വന്നു. പിന്നെ പലരും ഡിസ്ക്ലോസ് ചെയ്യൂല സ്റ്റാർട്ടിങ്ങിലൊന്നും. അപ്പോൾ അവർ വന്നൊരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിലൊരു ലേഡി വന്നിട്ട് പറഞ്ഞു, സാർ ശരിക്ക് എനിക്കെന്താ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കോൾഡ് പ്ലഞ്ചിൻ്റെ റൂമിൽ കയറിയപ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ട്രോമ പോലെ വന്നു. സോ ബേസിക്കലി ഒരു നെഗറ്റീവായിട്ടുള്ളതാണ് വന്നത്. എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുള്ളതൊക്കെ പൊന്തി വന്നു. പക്ഷെ ഞാൻ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ അതിലേക്ക് അങ്ങോട്ട് ഇരുന്നു. ഒരു 4-5 മിനിറ്റ് എനിക്ക് ഇരിക്കാൻ പറ്റി. എനിക്കിപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്, മെൻ്റലി കുറേ പ്രശ്നമുള്ള ആൾക്കാർ അതിൽ കുറേ നേരം ഇരിക്കാറുണ്ട്. കാര്യമായിട്ട് പറയാം. എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അവരുടെ ബ്രെയിനിൽ ആ ആക്ഷൻസ് അത്രയും നടക്കുന്നില്ല. മനസ്സിലായി. നിങ്ങൾക്ക് പെട്ടെന്ന് കോൾഡ് ഫീൽ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ബ്രെയിൻ ആക്റ്റീവ് ആയതിനെ കൊണ്ടാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഡ്രിങ്ക്സ് കുറേ കഴിക്കുമ്പം കിക്കാവൂല എന്ന് പറയുന്നത്? കാരണം ലിവർ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി. ചിലപ്പോൾ തീരെ കുടിക്കാത്ത ഒരാൾ ഒരു പെഗ് അടിക്കുമ്പോഴത്തേക്ക് കിക്കാവും എന്ന് പറയുന്നതിനും ചിലപ്പം വ്യത്യാസമുണ്ട്. അതേപോലെ ചിലപ്പോൾ ബ്രെയിനിൽ അത്രയും ചെല്ലാത്തതിനെ കൊണ്ടാണ് ഇത് ഫീൽ ചെയ്യാത്ത, വേറെ കാര്യങ്ങളും നിറഞ്ഞെടുക്കുക, ബ്രെയിൻ ആകെ ടെൻഷനായി നിൽക്കുക. ഓക്കെ, അപ്പൊ അവിടെ എന്ത് തണുപ്പ്, അതുപോലെ ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ആളിങ്ങനെ കിടന്നിട്ട് ഇതിന്ന് പിന്നെ എണീറ്റപ്പം ആള് പറയാ, എൻ്റെ മനസ്സ് ടോട്ടലി ഫ്രീ ആയതുപോലെ, കംപ്ലീറ്റ് ഒരു റിഫ്രഷ്മെന്റ് വന്ന പോലെ, നല്ലോണം ഉറങ്ങാൻ പറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത് കുറഞ്ഞു. സോ ബേസിക്കലി നമ്മൾ കൗൺസിലിങ്ങിനാണ് പോവുക, സൈക്കാട്രി അല്ലെങ്കിൽ ആ സൈക്കോളജി പല രീതിയിൽ അല്ലേ. ആ കൗൺസിലിങ്ങിന് പകരം ഇങ്ങനെ 1-2 സെഷൻ ഒരു മാസം എടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ട്. ഇതല്ലേ നല്ലത്? പിന്നല്ലേ, തനിയെ മാറുകയാണെങ്കിൽ പിന്നെ. അപ്പം ചോദിക്കട്ടെ, ആർക്കും വെയിറ്റ് ലോസിന് വരാമോ? ഞാൻ നേരത്തെ 75 കിലോയുടെ കാര്യം ചോദിച്ചു. അതുപോലെ ഇപ്പം 62 ആണ് ഏറ്റവും വരാവുന്ന വെയിറ്റ്. 62-ൽ നിൽക്കുന്ന ഒരാൾ, അയാളുടെ ഐഡിയൽ വെയിറ്റ് ഇസ് 54 to 56. ഐഡിയൽ വെയിറ്റ്. നമുക്ക് ഐഡിയൽ വെയിറ്റിലേക്ക് തിരിച്ചു വരാൻ ഇതൊരു നല്ല മാർഗമാണോ? ഐഡിയൽ വെയിറ്റിലേക്ക് കൊണ്ടുവരാൻ മാർഗമാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പക്ഷേ അത് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള നമ്മൾ മെത്തേഡ്സിലേക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹാർഡായിട്ട് നമ്മൾ വർക്കൗട്ട് കാര്യങ്ങൾ, ഓൾറെഡി നമ്മളൊരു പെർഫെക്റ്റ് സിറ്റുവേഷനിലാണ്, 60 നിൽക്കുന്നത്. പിന്നെ അതിൽ കുറയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ഹാർഡായിട്ട് ചിലപ്പോൾ അവിടെ ഫംഗ്ഷൻ ചെയ്യേണ്ടി വരും. അതിൽ നമുക്ക് എന്താണ് ഡയറ്റ് പക്ഷേ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കേണ്ടി വരും. അങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ കാലറീസ് കുറച്ചുകൂടി കുറയ്ക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഈ എക്സ്ട്രാ സെഷൻസ്, നമ്മളിപ്പം നോർമലി വൺസ് ഇൻ എ വീക്ക് എന്ന് പറയുന്നത് ട്വൈസ് ഇൻ എ വീക്ക് എടുക്കേണ്ടി വരും. അങ്ങനത്തെ മെത്തേഡിലേക്ക് പോകണം. ചിലപ്പോൾ കുറച്ചുകൂടി അവിടെ വേറെ എന്തെങ്കിലും സ്ട്രെങ്ത്, അങ്ങനത്തെ കാര്യങ്ങൾ, ട്രെയിനിങ് കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ആ രീതിയിലേ അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ അതേസമയം നമ്മളൊരു നോർമൽ ലെവലിൽ നോർമൽ ഫിറ്റ്നസ്, നമ്മുടെ നോർമൽ ഫങ്ഷൻസ് എല്ലാം നിന്ന് നമുക്ക് താഴോട്ട് വരാൻ പറ്റും ഒബ്വിയസ്ലി. പക്ഷെ മേ ബി സെഷൻസ് കൂട്ടുക, പക്ഷെ അത് പോസിബിൾ ആണ് ഡെഫിനറ്റ്ലി. നമുക്ക് ഈവൻ പല മിലിറ്ററി ലെവലിൽ പോലും, ഇപ്പൊ ചൈനീസ് മിലിറ്ററി ഒക്കെ EMS സൂട്ട് വർക്കൗട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് അവർക്ക് അത് വേണം അങ്ങനെയുള്ള കണ്ടീഷൻസിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. ഇനി പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും ഒരു വലിയ ചിന്തയാണ്, ഇത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ, ഇത്ര എക്സ്പെൻസീവ് അല്ലേ? ഈ ചോദ്യം മനസ്സിലേക്ക് വരും. ആ ഒരു ചോദ്യം ചോദിക്കുന്നവരോട് എന്താ പറയുക? ഫസ്റ്റ് ഓഫ് ഓൾ, എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിനും ഒരു വാല്യൂ ഫോർ മണി ഉണ്ട്. ചിലപ്പം ഞാൻ കാണുന്ന ഒരു പ്രൊഡക്റ്റിന് എൻ്റെ വാല്യൂ ഫോർ മണി വേറെ ആയിരിക്കും, രേണു കാണുന്നത് വേറൊരു വാല്യൂ ഫോർ മണി ആയിരിക്കും. രേണുവിനൊരു കൺസേൺ ഉണ്ട്. ആ കൺസേൺ കാരണം രേണു ശരിക്കും കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഫോർ ദ ലാസ്റ്റ് 10-15 years. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പം ഒബിസിറ്റി ഒരു വലിയ കൺസേൺ ആണ്, ഡയബറ്റീസ് കൺസേൺ ആണ്, തൈറോയ്ഡ് കൺസേൺ, രേണു എന്തൊക്കെയോ ട്രൈ ചെയ്തു, ബട്ട് സ്റ്റിൽ യു ആർ സ്ട്രഗ്ലിംഗ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ രേണുവിനോട് ഒരാൾ ഒരു സൊല്യൂഷൻ പറയാണ്. അവിടെ ശരിക്കും എങ്ങനെയാണ് രേണുവിന് ആ വാല്യൂ മനസ്സിലാവുക? ഒന്നും എനിക്ക് എക്സ്പെൻസീവ് ആയി തോന്നൂല. ഐ ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് ഓവർ ഇറ്റ്. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം ലെവൽ വെച്ചിട്ടാണ് നമ്മൾ അത് അനലൈസ് ചെയ്യുക, അത്രേ ഉള്ളൂ. കാരണം അല്ലാതെ നമ്മളിപ്പം ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ അതാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല. മനസ്സിലായി. കാരണം എൻ്റെ ലൈഫിൽ അതൊരു ഭയങ്കരമായിട്ടുള്ള വർത്തായിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ഒരു 6 months 9 months കൊണ്ട് എൻ്റെ ലൈഫ് തന്നെ ട്വിസ്റ്റ് ആവാം. അതിൽ ഞാൻ എന്തും കൊടുക്കും ഇല്ലേ? ചിലപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ഓട്ടോ ഡ്രൈവർക്ക് ബാക്ക് പെയിൻ ഉണ്ട്. ഈ ബാക്ക് പെയിൻ മാറാൻ ഓട്ടോ ഡ്രൈവറിന് ഒരു ഡിവൈസ് വാങ്ങണം. ആ ഡിവൈസിന് 75,000 ആണ് റേറ്റ്.
ഓട്ടോ ഡ്രൈവറിന് പക്ഷേ 75,000 കൊടുക്കാൻ ഉണ്ടാവില്ല, കാരണം അയാൾക്ക് ഡെയിലി ഉള്ള വരുമാനമാണ്. പക്ഷെ അയാൾക്ക് ഫീൽ ചെയ്യാണ് എനിക്കത് എടുത്താൽ എൻ്റെ ലൈഫ് തന്നെയാണ് ഇവിടെ നിലനിർത്താൻ പോണത്, കാരണം എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ഓട്ടോ ഓടിക്കണം, അതെ, എനിക്ക് ആ പെയിൻ ഉണ്ടെങ്കിൽ അത് പറ്റൂല, അയാൾ മേടിക്കും. എൻ്റെ ലൈഫ് എല്ലാം സ്റ്റോപ്പ് ആവും, എൻ്റെ ഫാമിലി എല്ലാം സ്റ്റോപ്പ് ആവും. സോ അവിടെ ആ ഓട്ടോ ഡ്രൈവറിന് 75,000 പ്രശ്നമില്ല, ബിക്കോസ് അത് നെസസിറ്റിയാണ്. സോ അതുപോലെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാക്കേജുകൾ വളരെ റീസണബിൾ ആണ്. സ്റ്റാർട്ടിങ് ഫ്രം മന്ത്ലി ഒരു 6,000 7,000 റേഞ്ചിലുള്ള പാക്കേജുകൾ അവൈലബിൾ ആണ്. ഓക്കെ. അല്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കാറില്ല ഹെൽത്ത് ഇസ് വെൽത്ത് എന്നുള്ള സാധനം ഇവിടെ പറയണം. ഹെൽത്ത് ഇസ് വെൽത്ത്. കാരണം വേറെ എന്തുണ്ടായിട്ടും ബാങ്കിൽ നിറച്ച് പൈസ ആണെങ്കിലും കിടപ്പായി പോയിട്ട് ഒരു കാര്യമില്ല. എൻ്റെ ഗ്രാൻഡ് മദർ എപ്പോഴും പറയായിരുന്നു, ആ മരിക്കണ ദിവസം വരെ എനിക്ക് സ്വന്തം കാര്യം സ്വയം ചെയ്യാൻ പറ്റണം, എനിക്ക് നടക്കാൻ പറ്റണം. മരിക്കുന്ന അന്ന് രാത്രിയും അമ്മാമ്മ തന്നെ ടോയ്ലറ്റിലൊക്കെ പോയി വന്ന്, അതൊരു ഭയങ്കര ഭാഗ്യമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ആ ഭാഗ്യം വളരെ കുറവാണ്. കാരണം നമ്മൾ തന്നെയാണ് അങ്ങനെ ചെയ്തു വെക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ കൂടിയാണ് അങ്ങനെ ആവാത്തത്. സോ ബേസിക്കലി നമ്മൾ പക്ഷെ മെല്ലനെ അത് ഇപ്പോഴേ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അതിലേക്ക് എത്താൻ പറ്റില്ല. അല്ല, മനസ്സിലാക്കണം. കാരണം ഏറ്റവും വലിയ ഡിസീസുകളിലൊന്ന് ഈ പറയുന്ന പോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഫാറ്റി ലിവർ ഈ പറഞ്ഞ 84% കൂടിയാലും ഒന്നും അത്ഭുതപ്പെടാനില്ല. കാരണം നമ്മൾ ചുറ്റും അങ്ങനത്തെ കഥകൾ കേൾക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ തൊട്ട് ഒബീസാണ്, പിള്ളേരുടെ വലിപ്പം തന്നെ അവർ ഈ ഹോർമോണൽ ഫുഡുകളൊക്കെ കഴിച്ച് കൂടുതലാണ്. ആളുകൾ 30s ഇപ്പം സോഷ്യൽ മീഡിയ റീലൊക്കെ കാണുമ്പോഴാണ് രസം. 30കളെന്ന് പറഞ്ഞ് കാണിക്കുന്ന റീൽ കസേരയിൽ നിന്ന് എണീക്കാൻ മേലാത്തതൊക്കെ ഓരോ തവണ റീൽ കാണുമ്പോഴും ഞാൻ എണീക്കും. കുഴപ്പമില്ല, എൻ്റെ നടു 50 വയസ്സ് 60 വയസ്സിലാന്നൊക്കെ പറയുന്ന റീലുകൾ. ബട്ട് ഓടി നടക്കാൻ പറ്റുക എന്നുള്ളതാണ്, ആരോഗ്യമായിട്ടിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. ചെയ്താൽ മതി. നമ്മളിപ്പം ചില അങ്ങനത്തെ കൺട്രീസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ജപ്പാൻ അല്ലെങ്കിൽ ചൈന, അവിടെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ നോക്കാറുണ്ട്, അവരിപ്പോൾ ഒരു ഷോപ്പിലുള്ള ഒരു സാധാരണ സെയിൽസ് പേഴ്സണോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് ആണെങ്കിൽ പോലും അവർ 1 മണിക്കൂർ ഒരു പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ മെല്ലനെ ഒരു 5 മിനിറ്റ് പുറത്തിറങ്ങി ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്. നമുക്ക് പറ്റൂല, നമ്മള് കൗച്ച് പൊട്ടേറ്റോസ് പോലെ അന്ന് വരണോ, ടി വി ആണെങ്കിൽ ഇങ്ങനെ, കമ്പ്യൂട്ടർ ആണെങ്കിൽ ഇങ്ങനെ, നമ്മളൊന്നും ചെയ്യൂല. ഇതൊക്കെ ചെറിയ ചെറിയ ചേഞ്ചുകളാണ്, അല്ലാതെ അതൊന്നും വലിയ സയൻസ് ഒന്നും അറിഞ്ഞിട്ടൊന്നല്ല അവർ ചെയ്യുന്നത്, അവരത് ഫോളോ ചെയ്യുന്നു. നമ്മുടേതും ആദ്യകാലങ്ങളിലൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്, നമ്മൾ പക്ഷേ ടോട്ടലി സിസ്റ്റം മാറി മാറി വന്നതിനെ കൊണ്ട് നമ്മൾ അതൊന്നും ഫോളോ ചെയ്യുന്നു. നമ്മൾ ലേസി ബോയ് പോലെ തന്നെയാ, അതിന്റെ ഷേപ്പിലോട്ട് അങ്ങ് മാറി. അതെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇപ്പം രേണുവിനോട് ഞാൻ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ പറഞ്ഞ രേണുവിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. നല്ല പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പറയുമ്പോൾ തന്നെ ബ്രെയിൻ നെഗറ്റീവ് ആവും. അപ്പോൾ നമ്മൾ മെല്ലനെ മാറുക. ഇല്ല, ഞാൻ ആ ടെസ്റ്റ് എടുത്തിട്ടുള്ള കളി തന്നെയുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി രേണുവിൻ്റെ ബോഡി തന്നെ പറയും എനിക്ക് എക്സസ് ഫുഡ് വേണ്ട, അതല്ലേ ഏറ്റവും നല്ല. കൊതിയാവണു എൻ്റെ ബോഡി എന്നോട്, ഈ ബിരിയാണി നീ കഴിക്കേണ്ട രേണു എന്ന് പറയാൻ ഞാൻ കാത്തിരിക്കും. അതല്ല ശരിക്കും വേണ്ടത്, അതാണ് വേണ്ടത്. പക്ഷേ ഇൻടോളറൻ്റ് ഇപ്പം അമ്മ എന്നും കാപ്പി കുടിക്കുമായിരുന്നു, അപ്പം പക്ഷേ പറ്റില്ല. ലാക്ടോസ് ഇൻടോളറൻ്റ് എൻ്റെ അമ്മ, അത് മനസ്സിലായ ദിവസം തൊട്ട് കട്ടൻ കാപ്പി മല്ലിക്കാപ്പിയാണ് കുടിക്കുക. എനിക്ക് ടൈഗർ പ്രോൺസ് അലർജിയാണ്, കഴിച്ചാൽ മുഖം മുഴുവൻ ഈ ചൈനക്കാരെ പോലെ വന്ന് ഇങ്ങനെയായി പോകും. അപ്പം അത് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ടൈഗർ പ്രോൺസ് അല്ല, പ്രോൺ കണ്ടാൽ ഞാൻ വേണ്ട. അതേപോലെ മനസ്സിലാവും. അപ്പം നമ്മൾ അനാവശ്യമായിട്ടുള്ളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. പ്ലസ് നമ്മളൊരു കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡി പറയും അത് കഴിക്കണ്ട. പിന്നെ പേടിച്ചിട്ടും കഴിക്കൂല. പേടിച്ചിട്ടുള്ളതിനേക്കാൾ ഉപരി അവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബഡ്ഡി പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പാനിയൻ പോലെ നമ്മുടെ ബോഡി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വൺസ് ആ സ്റ്റേറ്റിലേക്ക് പോയാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 7-8 years ബാക്ക് 92 kg ഉണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കില്ല. ഓക്കെ, ഞാൻ ഫോട്ടോ ഷെയർ ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് വിശ്വസിക്കുക. 92 ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഓക്കെ, അന്ന് ഞാൻ ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പം ഒന്ന് മാറണം. അന്ന് ബാങ്കിലാവുമ്പോൾ എൻ്റെ ഒരു ചിന്ത എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഐ വാസ് എ ബ്രാഞ്ച് മാനേജർ. അപ്പം ബ്രാഞ്ചിൽ ഒരു ക്യാബിലൊക്കെ ഇരിക്കുമ്പം ഒരു കസ്റ്റമർ വരുമ്പോൾ ഒരു വെയിറ്റ് വേണ്ടേ, കുറച്ച് വയറൊക്കെ വേണം. നല്ല വെയിറ്റ് ആയി പോയി. അപ്പോൾ നമ്മളെന്താവും നല്ലോണം ഫുഡൊക്കെ കഴിക്കും, അങ്ങനെ നല്ല അത്യാവശ്യം നല്ല ചീക്കൊക്കെ ആയിട്ട് അതെ, അതാണ് നമ്മുടെ ഒരു ഹെൽത്തി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് മാറിയപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഒന്ന് മാറണം. നമ്മൾ ആൾക്കാരോട് പറയുമ്പോൾ അവർ അഡ്വൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണമല്ലോ, സത്യമായിട്ടും അതല്ലേ നല്ലത്. അതെ, ശരി. അപ്പം ഞാൻ ഒന്ന് ഡിസൈഡ് ചെയ്തു കുറച്ച് എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് മാറ്റണം. പിന്നെ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യുമായിരുന്നു. ഈവൻ ഞാൻ ആ സമയത്തൊക്കെ ഈവൻ ക്രിക്കറ്റ് പോലും ഒക്കെ കളിക്കുമായിരുന്നു, എല്ലാം ആക്റ്റീവ് ഒക്കെയാണ്. ബട്ട് സ്റ്റിൽ വളരെ ഓവർ വെയിറ്റ് ആണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 74 മതി, എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് 74 മതി. ഞാൻ അറൗണ്ട് ഒരു 18 kg എക്സസൈസ്. നല്ല എക്സസൈസ്. അതെ. അപ്പോൾ എനിക്ക് പക്ഷെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇത് ഡിസൈഡ് ചെയ്തു. മെല്ലനെ ഫുഡ്
മെയിനായിട്ട് ഒരു ചേഞ്ച് വരുത്തി എന്താണെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിക്ക് ശേഷം എന്നുള്ളത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. അൺകോൺഷ്യസ്ലി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് നമ്മളങ്ങ് മാറി. അത് ഫാസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ 12 hours ഫാസ്റ്റിംഗ് ചെയ്യുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ മറ്റേ ആൾ പേടിക്കും, ഭഗവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ആക്ച്വലി 12 hours ഫാസ്റ്റിംഗ് ഒന്നുമില്ല, രാത്രി 7 മണി മുതൽ രാവിലെ 7 മണി വരെയാണ്. നമ്മൾ മലയാളീസ് പോലും പെട്ടെന്ന് അത് മനസ്സിലാക്കും. അതാ ഞാൻ പറഞ്ഞേ, അറിയാണ്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലേക്ക് അങ്ങ് കയറി. അപ്പോൾ ഞാനത് കറക്റ്റ്, ഞാൻ അതൊരു ഇതിങ്ങനെ ചെയ്തതിനെ കൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ 7 മണി മുതൽ രാവിലെ 7 മണി വരെ. ഒബ്വിയസ്ലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8:30 ആണ്. അപ്പോൾ 7 മണിയോടുകൂടി ഫുഡ് നിർത്തി. അപ്പം അവിടെ ഒരു ചേഞ്ച് കൊണ്ടുവന്നു. അത് നമ്മൾ തന്നെ മെന്റലി അങ്ങനെ പ്ലാൻ ചെയ്തതിനെ കൊണ്ട്, ആരും ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതല്ല. പിന്നെ റെഗുലറായിട്ട് ഒരാഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 ദിവസം വർക്കൗട്ട്, ഒരു 3 ദിവസം ചെയ്യും, ഒരു ദിവസം ഗ്യാപ്പ് ഇടും, അങ്ങനെയുള്ള രീതിയിൽ. പക്ഷെ ഓവർ വർക്കൗട്ട് കാര്യങ്ങളൊന്നും അല്ല, നമ്മളൊരു വെയിറ്റ് റിഡക്ഷന് വേണ്ടിയുള്ളത്. അതിലെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ചെന്ന് കഴിഞ്ഞാൽ ഞാനൊരു 20 minutes ട്രെഡ്മില്ലിൽ റൺ ചെയ്യും, എന്നിട്ടൊന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് ബോഡി വാമായിട്ട് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യും. ലാസ്റ്റ് ജിമ്മിൽ നിന്ന് ഇറങ്ങുന്ന സമയം വീണ്ടും ഞാനൊരു 20 minutes ട്രെഡ്മില്ലിൽ വർക്കൗട്ട് ചെയ്യും. അതിൻ്റെ ഗുണം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി 1 hour വർക്കൗട്ട് ചെയ്യുമ്പം നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറാണ് ശരിക്കും എനർജി ആയിട്ട് ആണല്ലോ, ഫാറ്റ് അല്ല. അപ്പോൾ ഈ 1 മണിക്കൂറിന് ശേഷം ഞാൻ ആ ഓടുന്ന 20 minutes ട്രെഡ്മില്ലിൽ ശരിക്കും ഞാൻ ടയർഡാവും, ഫാറ്റ് ലോസ് നടക്കും, എക്സോസ്റ്റഡ് ആവും. ഞാൻ ശരിക്കും നല്ലോണം ക്ഷീണിക്കും, നല്ലോണം വേർക്കും, AC ജിമ്മാണെങ്കിലും വേർക്കും. ആ ഒരു 20 minutesലാണ് എനിക്ക് കുറച്ച് ഫാറ്റ് കുറയാൻ തുടങ്ങി. അതെ. അപ്പം കറക്റ്റ് ഞാൻ BMI കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുമായിരുന്നു ആ സമയം. പിന്നെ ഇതേപോലെ കുറച്ചുകൂടി നമ്മൾ പൊരിച്ച സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി. ബാങ്കിലുണ്ടാകുമ്പോൾ ഊണ് കഴിക്കാൻ പോയാൽ ഞാനൊരു 2 പൊരിച്ചത് വാങ്ങി കഴിക്കും, അല്ലെങ്കിൽ വയറ് നിറയാത്ത. അതെ, 2 പൊരിച്ചത്. പിന്നെ ടീമൊക്കെ ഉണ്ടാവും, ടീം മെമ്പേഴ്സൊക്കെ ഉണ്ടാവും, അവർക്കും ഇതേപോലെ ലാവിഷ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് കാര്യങ്ങൾ. 2 പൊരിച്ചതൊക്കെ വാങ്ങി കഴിച്ച് എന്നാലേ നമുക്ക് വയറ് നിറയുള്ളൂ. പായസം കഴിക്കണം, ഫീൽ ഗുഡ്. അതെ, ആ ഒരു ഇതിൽ. പിന്നെ എന്താക്കി തന്നെ ടോട്ടലി ആ പൊരിച്ചത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഏറ്റവും ഒരു റോങ് ഹാബിറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടാൽ ചിരിക്കും. പെപ്സി സ്ഥിരമായിട്ട് കുടിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പെപ്സിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും, ബംഗാളി ലഡു. കൊതിയാണോ? ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. കഴിച്ചു കഴിഞ്ഞാൽ എന്നോട് പലരും ചോദിക്കാണ്ട്, നീ ഡയബറ്റിക് ആവാത്ത ഭയങ്കര എങ്ങനെ രക്ഷപ്പെട്ടത്, ജീനിലെങ്ങാണ്ട് നല്ല ജീനായിരുന്നു. അങ്ങനെ ഒരു പെപ്സിയും ഒരു ലഡു ഉള്ളൊരു കോമ്പിനേഷൻ ഉള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ഈ പെപ്സി കാര്യങ്ങൾ കംപ്ലീറ്റ് അങ്ങോട്ട് റിമൂവ് ചെയ്തു. നോ സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഷുഗർ പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ ഒരു ക്രേവിങ്സ് വരാതിരിക്കാൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും പായസമോ കാര്യങ്ങളോ ഒക്കെ ഇടയ്ക്കൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതേപോലെ ബിരിയാണി കഴിക്കാൻ പോയാൽ, ബേസിക്കലി ഞാനൊരു കോഴിക്കോടുകാരനാണ്. പാരഗൺ ബിരിയാണി കഴിക്കും, യെസ്, ഇഷ്ടംപോലെ കഴിക്കും. പാരഗണിൽ പോയാൽ ഒരു ബിരിയാണി കഴിച്ചാൽ ഒരു ഹാഫും കൂടി, യെസ്, 1.5. എങ്ങോട്ടാണ് ഇതൊക്കെ? പിന്നെ നമുക്ക് അവിടെ റഹ്മത്ത് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ, ബീഫ് ബിരിയാണി അടിപൊളിയാണ്, മാറി മാറി കഴിക്കും. യെസ്. അപ്പം മെല്ലെ ബിരിയാണിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് മാസത്തിലൊരു ബിരിയാണി, അതൊരു ആ ഒരു ടേസ്റ്റിന് വേണ്ടി, അത് അറിയാൻ വേണ്ടി. കേട്ടിട്ട് തന്നെ സങ്കടം വന്നു. യെസ്. ഇങ്ങനെ മെല്ലെ മെല്ലെ ഒരു വർഷം കൊണ്ട് 72 ഞാൻ എത്തിച്ചു. എനിക്ക് വീട്ടിൽ നിന്ന് ഭയങ്കര പ്രഷർ, ഇത്ര മെലിയാൻ പാടില്ല, അരയൊക്കെ കുറച്ച് മെലിഞ്ഞ് സങ്കടം വരും. അതെ, അമ്മയ്ക്കായാലും വൈഫിനായാലും ആർക്കായാലും ഇത്ര നിങ്ങൾ മെലിയരുത് എന്നുള്ള രീതിയിൽ. പക്ഷേ ആ ഒരു സ്റ്റേജിൽ ഐ വാസ് ഫീലിംഗ് റിയലി ഗുഡ്. എൻ്റെ ഈവൻ ഞാൻ നടക്കുന്നതിൻ്റെ സ്പീഡ് ഞാൻ കമ്പയർ ചെയ്യും എപ്പോഴും എൻ്റെ ബാച്ച്മേറ്റ്സുമായിട്ടാണ്. അവിടെ നോക്കുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്പീഡിൽ നടക്കുന്നു, അവർ ബാക്കിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആക്ടിവിറ്റീസ് കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും. പക്ഷെ ഭയങ്കര ചേഞ്ച് ആണ് കേട്ടോ, ഡിസിഷൻ മേക്കിംഗ്, ആ കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും ക്വിക്കാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ള ചിലപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചിലപ്പം 20s 30s ഉള്ള ആൾക്കാരെക്കാളും കൂടുതൽ നമുക്ക് ഈസി ആയിട്ട് ഡിസിഷൻ എടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിൽ നിന്നാണ് ഏജ് ഓണിലോട്ട് നിങ്ങൾ എത്തിയതും മറ്റുള്ളവരെ സഹായിക്കുന്നതും. യെസ്. അപ്പം ഞാനത് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ ട്രാവൽ ചെയ്യും, ഇന്റർനാഷണൽ ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യും. എസ്പെഷ്യലി ആ കോവിഡ് ടൈം, ആ ആഫ്റ്റർ കോവിഡ് ആ ഒരു സ്റ്റേജിലാണ് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നതും നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്, ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്പിൽ അവിടേക്ക് ഇത് വളരെ അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ സിംഗപ്പൂരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോഞ്ചിവിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ പോയി ട്രെയിനിങ് എടുത്തു, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് ഇൻ ഡെപ്ത് മനസ്സിലാക്കി. ഞാനൊരു 3-4 കൊല്ലം ഇതിൻ്റെ പിന്നാലെ റിസർച്ച് നടത്തി, പഠിച്ചു, ശരിക്കും പഠിച്ചു. ദെൻ നമ്മൾ എന്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് എങ്ങനെ ടൈലർ മെയ്ഡ് ചെയ്യാം. കാരണം ബേസിക്കലി ഒന്നാമത് നമുക്ക് വർക്ക്ഔട്ട് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കൾച്ചറിൽ ഇല്ല. ഫുഡ് നമ്മൾ തോന്നിവാസം കഴിക്കും. കറക്റ്റ്. അപ്പം എങ്ങനെ ടൈലർ മെയ്ഡ് ചെയ്ത് എടുക്കാം,
അങ്ങനെയുള്ള കുറേ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സ് എല്ലാം ട്രൈ ചെയ്തിട്ടാണ് നമ്മളിപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം പബ്ലിക്കിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബട്ട് വി ആർ റിയലി ഹാപ്പി, വി ആർ ഗെറ്റിംഗ് സൂപ്പർ റിവ്യൂസ്. കസ്റ്റമേഴ്സ് ആർ എന്താ പറയുക, അവർ ആ ഒരു Excited and enthusiastic. അവർ പറയുന്നുണ്ട്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫ്രാഞ്ചൈസി എൻക്വയറീസ് ആർ കമ്മിങ്. നമുക്ക് ഇപ്പം തന്നെ ഏകദേശം ഒരു 12-13 ഫ്രാഞ്ചൈസി എൻക്വയറീസ് ആർ വി ആർ ഗെറ്റിംഗ്. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് ഫ്രാഞ്ചൈസിയിൽ എൻക്വയറി വരുന്നുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഐ ആം വെരി ഹാപ്പി ഇങ്ങനെയുള്ള സർവീസ് പബ്ലിക്കിന് കൊടുക്കാൻ പറ്റുന്നത്. ബാക്കിയുള്ളവരും സന്തോഷമാവും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാനൊക്കെ മടിയാണ്, അത്ര മോട്ടിവേറ്റഡ് ആണ്. പക്ഷെ അത് വേണ്ട 2.5 മണിക്കൂർ കൊണ്ട് കാര്യം നടക്കുമെങ്കിൽ ഞാനും വളരെ വളരെ മോട്ടിവേറ്റഡ് ആണ്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് വളരെ ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം നിങ്ങൾ വന്നപ്പോൾ തൊട്ട് നടക്കുന്നുണ്ട്. താഴെ എന്താണ് ഒരു നീല നിറത്തിൽ വെള്ളം പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്? അതൊരു ഷോ പീസാണോ അതോ അതെന്താണ് സാധനം? ഓ, എവിടെ 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 എന്തത്? ഇതാണോ സാധനം? ഇതുവരെ കണ്ടില്ല ഈ സാധനം എന്താന്നുള്ളത്? ഓക്കെ, ഇത് ബേസിക്കലി നമ്മളിപ്പം വലിയ വലിയ സെലിബ്രിറ്റീസ്, ഇപ്പോൾ വിരാട് കോഹ്ലി പോലുള്ള ആൾക്കാരൊക്കെ 1 ലിറ്ററിന് 3000-4000 രൂപയൊക്കെ കൊടുത്ത് വെള്ളം കുടിക്കുന്നുണ്ടോ? കേട്ടിട്ടുണ്ട്. സോ ബേസിക്കലി ഇത് ഹൈഡ്രജൻ വാട്ടറാണ്. ഇത് ഈ പൊന്തി വരുന്ന സാധനം ഉണ്ടല്ലോ, ഇത് നമ്മുടെ വെള്ളത്തിലുള്ള അല്ലെങ്കിൽ വാട്ടറിലുള്ള ഹൈഡ്രജനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ കൂടുതൽ ഇൻഫ്യൂസ് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഹൈഡ്രജൻ റിച്ച് വാട്ടറായി മാറും. ഓക്കെ, ഇത് കുടിച്ചാലുള്ള ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഗട്ട് ലെവലിലൊക്കെ കുറച്ചും കൂടി നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് വരാൻ തുടങ്ങും. അപ്പോൾ അവിടെയുള്ള സെല്ലുകളൊക്കെ പ്രോപ്പർ ഫങ്ഷനിങ് ആവും. നമ്മുടെ ബോഡിയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാട്ടറാണല്ലോ. ആ വാട്ടറിൽ ഏറ്റവും ടോപ്പ് ലെവൽ ആൻറ്റി ഓക്സിഡൻ്റ് ആയ ഹൈഡ്രജൻ കൂടി ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? നല്ലതാണോ? വളരെ വളരെ നല്ലതല്ലേ? അറ്റ്ലീസ്റ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുമ്പോൾ ഇത് കുടിച്ചാൽ മതി. ഇതാണ് നിങ്ങൾ കുടിക്കുക എപ്പോഴും? അതാണോ നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ പറയാൻ പറ്റുമോ? യു ഫിറ്റ്, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് വെരി വെൽ. നമ്മൾ ചില സമയത്തൊക്കെ മിക്കവാറും ഞാനിത് ക്യാരി ചെയ്യാറുണ്ട്, പറ്റുന്ന സമയത്തൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പം ഇതിലാണ് വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ, മിനറൽ വാട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിലൊഴിക്കും. എന്നിട്ട് ജസ്റ്റ് ഒരു 5 or 10 minutes ഇതിട്ട് കഴിഞ്ഞാൽ നമുക്കിത് കുടിക്കാം. ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ നമ്മുടെ ഏജിയോണിലുണ്ട് കേട്ടോ. അഡ്വാൻസ്ഡ് വേർഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഇൻഹൈലേഷൻ ആണ്. അവിടെ ഇൻഹൈലേഷൻ മെഷീൻ ഉണ്ട്. നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഈ 1 week അല്ലെങ്കിൽ 2 week വന്നു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഇൻഹെയിൽ ചെയ്യാം. അപ്പോൾ ഇൻഹെയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളിപ്പോൾ നോർമലി ഒരു ടാബ്ലറ്റ് കഴിക്കുകയാണെങ്കിലും IV എടുക്കുകയാണെങ്കിൽ ഏതാ നല്ലത്? IV അല്ലേ? കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലഡിലേക്ക് പെനിട്രേറ്റ് ചെയ്യും. അതേപോലെ ഇത് നമുക്ക് വെള്ളത്തിലേക്ക് കടന്ന് നമുക്ക് ഇൻഡസ്ട്രിയിലൊക്കെ പോയി നമുക്ക് വരണം. ഹൈഡ്രജൻ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗം ബ്ലഡിലേക്ക് അബ്സോർബ് ആവും. കാരണം നേരെ ലങ്സിലേക്ക് പോകുന്നു, അബ്സോർപ്ഷൻ നടക്കുന്നു. ഇങ്ങനെയുള്ള പൊടിക്കൈകളും ഉണ്ട് ഇതിൻ്റെ കൂടെ, ചെറിയ ചെറിയ പൊടിക്കൈകൾ. ഓക്കെ, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വളരെ നല്ലതാണ്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. കാരണം അങ്ങനെ ഒരു കാരണം നമ്മളായിട്ട് വേറെ സ്ഥലങ്ങളിലുള്ളതും നാട്ടിലേക്ക് നമ്മളായിട്ട് ആദ്യം കൊണ്ടുവരിക എന്ന് പറയുന്നതും വലിയൊരു റിസ്ക്കാണ്. അത് എടുത്ത് അത് വിജയിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. റിയലി പ്രൗഡ് ഓഫ് യു. അപ്പം ഇതുപോലെ ഫ്രാഞ്ചൈസീസ് ഒരുപാട് വരാൻ സാധിക്കട്ടെ, ഒരുപാട് പേരെ സഹായിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു ഫോർ യുവർ ടൈം. ഓക്കെ, താങ്ക് യു.